മറ്റേ വീഡിയോ ഞാൻ ഡിലീറ്റ് പറഞ്ഞു. ബിസ്മില്ല. യൂട്യൂബിൽ ലൈവ് കേൾക്കുന്നുണ്ട്, കമന്റ് ചെയ്താൽ മതി. ഇൻഷാ അള്ളാ ഞാൻ തുടങ്ങാം. ബിസ്മില്ല. കുറേ സമയത്തിലായില്ലേ. ഫോൾ ഓക്കെ അല്ലേ? ഫോൾ സൗണ്ട് ക്ലിയർ അല്ലേ? മാഷാ അള്ളാ. പി വി വേണമെങ്കിൽ സ്പീക്കറിൽ കയറിക്കോ. ബിസ്മില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ പ്രിയ സഹോദരൻ ഫോൾ കൗണ്ടർ പോയിന്റിൽ നടത്തിയൊരു പ്രസന്റേഷൻ ആയിരുന്നു പ്രവാചകത്വത്തിന്റെ യുക്തി എന്ന് പറഞ്ഞ വിഷയം. ഇംഗ്ലീഷിൽ ലോജിക്കൽ എവിഡൻസസ് ഓർ ലോജിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം എങ്ങനെ ഒരു അമുസ്ലിമിനോട് യുക്തിപരമായി കൊണ്ട് നമുക്ക് തെളിയിക്കാം എന്നതായിരുന്നു വിഷയം. അതിൽ അദ്ദേഹം എടുത്ത ഒരു യുക്തി നിയമത്തിന്റെ അല്ലെങ്കിൽ യുക്തിയുടെ ഒരു മേഖല, ഞാനത് സാധാരണയായി കൈകാര്യം ചെയ്യാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നതിൽ തെറ്റുകളോ പിഴവുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉദ്ദേശം അന്ന് ഫോളോ നടത്തിയ പ്രസന്റേഷൻ ആ വിഷയാവതരണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നീതിയോടുകൂടി സ്പർശിക്കുക, അതിലൊരു അനീതിയും കാണിക്കാതെ, വിഷയത്തോട് യാതൊരു അനീതിയും കാണിക്കാതെ തന്നെ ആ വിഷയാവതരണത്തെ കുറച്ചുകൂടി ലളിതമായി ഞാൻ ഉൾപ്പെടെ അത് മനസ്സിലാക്കുവാൻ എങ്ങനെ ശ്രമിച്ചോ, എൻ്റെ കേൾവിക്കാരായ എൻ്റെ സഹോദരങ്ങൾക്കും അത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആ വിഷയം മനസ്സിലാക്കി കൊടുക്കുക. അത് പോളിൻ്റെ സമ്മതത്തോടു കൂടി ആ പ്രസന്റേഷൻ്റെ മുഴുവൻ ഭാഗങ്ങളും മലയാളത്തിൽ, അത് പോൾ പ്രസന്റ് ചെയ്തപ്പോൾ അത് ഇംഗ്ലീഷിലുള്ള സ്ലൈഡ്സ് ആയിരുന്നു, അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അത് ലിറ്ററൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ കുറച്ചുകൂടി വിപുലമാക്കിക്കൊണ്ട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുവാനാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. യൂട്യൂബിൽ ലൈവ് ഇത് കാണുന്നവർ ആ കമന്റിൽ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം വരികയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. കമന്റ് ബോക്സിൽ യൂട്യൂബിൽ ലൈവ് എനിക്ക് കമന്റ് കാണാം, നിങ്ങൾ കമന്റിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇൻഷാ അള്ളാഹ് ഞാൻ ശ്രദ്ധിക്കാം. എന്തായാലും നമ്മളൊരു അമുസ്ലിം സഹോദരനോടാണ്, ഒരു അമുസ്ലിം വ്യക്തിയോടാണ് സംസാരിക്കുന്നത് എന്ന ഒരു ധാരണ, നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാം ആയിട്ടില്ലാതെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഒരു അമുസ്ലിമിനോട് സംസാരിക്കുന്നത് ആ അമുസ്ലിമിനോട് എങ്ങനെയാണ് യുക്തിപരമായി കൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ അവതരിപ്പിക്കുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വിഷയം എന്താണ് യുക്തി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താണ് ലോജിക്? ആ സ്ലൈഡ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ലോജിക് എന്നാൽ ശരിയായി ചിന്തിക്കാനുള്ള ഒരു സിസ്റ്റം, ഒരു പ്രത്യേക സിസ്റ്റം എന്ന് പറയുന്ന വ്യവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് ലോജിക്, അഥവാ നമ്മൾ കേവല ഭാഷയിൽ പറയുന്ന യുക്തി. ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് ശരിയായി എത്തിച്ചേരുവാനുള്ള മാർഗം. എന്താണത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ലോജിക്കിന്റെ ശരിയായ മലയാളം ന്യായശാസ്ത്രം എന്നാണ് പച്ച മലയാളത്തിൽ നമ്മൾ പറയുക. പക്ഷെ നമ്മൾ പറയും അത് യുക്തി എന്നാണ്. അപ്പോൾ സലാംക്ക യൂട്യൂബിൽ, അല്ലെങ്കിൽ ആരെങ്കിലും യൂട്യൂബിൽ കാണുന്നവർ യൂട്യൂബ് ലിങ്ക് കമന്റിൽ പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് മുകളിൽ പിൻ ചെയ്യാം. യൂട്യൂബ് ലിങ്ക് ആരെങ്കിലും കമന്റിൽ പേസ്റ്റ് ചെയ്യാം. കമന്റിൽ ആൾക്കാർ ചോദിക്കുന്നത് മുകളിൽ പിൻ ചെയ്യാൻ സലാമൊക്കെ പിൻ ചെയ്തോളും. യൂട്യൂബിൽ കാണുന്ന ആൾക്കാർ യൂട്യൂബ് ലിങ്ക് ഒന്ന് കമന്റിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പേജ് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈവ് കട്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? അപ്പോൾ ലോജിക് എന്ന സ്ലൈഡ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് സ്ലൈഡ്സും കാണാം. അപ്പോൾ ലോജിക് എന്നതിൻ്റെ നേരിട്ടുള്ള മലയാളം ഞാൻ കുറച്ചുകൂടി പതുക്കെ വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്, കാരണം ആൾക്കാർക്ക് കുറച്ചുകൂടി അത് മനസ്സിലാക്കണം. അപ്പൊ ലോജിക് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം, നേരിട്ടുള്ള മലയാളം ന്യായശാസ്ത്രം എന്നാണ്
നമ്മൾ സാധാരണ അതിനെ യുക്തി എന്ന് പറയും. ഏതുപോലെ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കും. ചികിത്സയ്ക്ക് ഡോക്ടറെ കാണാൻ പോകുന്ന പറയും. വാസ്തവത്തിൽ അതെന്താണ്? അത് വൈദ്യശാസ്ത്രം എന്നാണ് പറയാ. വൈദ്യശാസ്ത്രം ശരിക്കുമുള്ള ആ ടേം എന്താണ്? വൈദ്യശാസ്ത്രം. വൈദ്യ ചികിത്സയ്ക്കാണ് പോകുന്നത്, ഒരു വൈദ്യനെ കാണാനാണ് പോകുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയാ? നമ്മൾ ചികിത്സിക്കാൻ പോകുന്നു എന്ന് പറയാം. അതുപോലെ ലോജിക് എന്നത് അതിന്റെ യഥാർത്ഥ മലയാളം ന്യായശാസ്ത്രം എന്നാണ്. പക്ഷെ നമ്മൾ സാധാരണ അതിനെ യുക്തി എന്ന് പറയും. ഒരു ഉദാഹരണം, ഓക്കെ, അടുത്ത സ്ലൈഡ്, 2 സ്ലൈഡ് മുകളിലോട്ട് പോകണം. സ്ലൈഡ് മുകളിലോട്ട് മാറ്റാണ്. ഓക്കെ. എന്തുകൊണ്ട് ലോജിക്കിൽ നമ്മൾ സാധാരണ ക്ലബ് ഹൗസിൽ സംസാരിക്കുന്നത് പ്രിമൈസ് കൺക്ലൂഷൻ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്. പ്രിമൈസ് കൺക്ലൂഷൻ, പ്രിമൈസ് എന്താണ്, ഇതിന്റെ കൺക്ലൂഷൻ എന്താണ് നമുക്ക് ആൾക്കാർ പറയും. പലരും കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട യുക്തി സംസാരിക്കുന്ന നമ്മുടെ ഫോൾ ആയാലും PV ആയാലും നമുക്ക് സംസാരിക്കുമ്പോൾ പ്രിമൈസ് കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. അപ്പൊ എന്തുകൊണ്ട് ലോജിക്കിൽ പ്രിമൈസ് കൺക്ലൂഷൻ എന്നിവ പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രിമൈസ് എന്ന് പറയുന്നത് അതിന്റെ മലയാളം ഒരു മുൻ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ന്യായവാക്യം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ നേരിട്ട് പരിഭാഷപ്പെടുത്താം. മുൻ വ്യവസ്ഥ എന്ന് പറയാം. ഒരു വാദത്തിന്റെ, ഒരു ആർഗ്യുമെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, അവർക്ക് യൂട്യൂബ് ലിങ്ക് മുകളിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, അപ്പൊ എന്താണ് ഒരു ആർഗ്യുമെന്റിന്റെ, ഒരു വാദത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, തുടക്കം, അല്ലെങ്കിൽ അതൊരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ അത് ട്രൂ ആണെന്ന്, സത്യമാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൂവ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ്. അതാണ് പ്രിമൈസ്. അതായത് ഒരു വാദം കെട്ടിപ്പടുക്കുവാൻ ഉപയോഗിക്കുന്ന അടിത്തറ, ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പ്രിമൈസസ്. കൺക്ലൂഷൻ എന്താണ്? നിഗമനം. ആ പ്രിമൈസസ്, പറയപ്പെട്ട പ്രിമൈസുകളിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, അതാണ് കൺക്ലൂഷൻ. അപ്പോൾ ലോജിക്കിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രിമൈസ്, കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാദത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് ട്രൂലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ പ്രിമൈസുകളിൽ നിന്ന് നമ്മൾ എന്തിലെത്തുന്നു? ഒരു കൺക്ലൂഷൻ. അതുകൊണ്ട് ഇത് എന്ന് പറയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട് പണിയുന്നത് പോലെ, നമ്മൾ വീട് പണിയ, ഒരു അടിത്തറ, നമ്മൾ വീട് എങ്ങനെയാണ് പണിയുക? ഒരു അടിത്തറ, ഫൗണ്ടേഷൻ ഉണ്ടാവും, പിന്നെ ചുറ്റുമതിലുണ്ടാവും, പിന്നെ റൂഫ് ഇടും, നമ്മൾ അതിന്റെ കൂടാരം ഇടും. അപ്പൊ അതിന്റെ അടിത്തറ എന്താണ്? എല്ലാ പക്ഷികൾക്കും ചിറകുകളുണ്ട്. അതാണ് അടിത്തറ. ഓക്കെ, പ്രിമൈസ് 1, അടിസ്ഥാനവാദം 1 എന്താണ്? എല്ലാ പക്ഷികൾക്കും ചിറകുകളുണ്ട്. നമ്മൾ ചുറ്റുമതിൽ കെട്ടുകയാണ്. ചുറ്റുമതിലിന്റെ ഒരു വാദം എന്താണ്? തത്ത ഒരു പക്ഷിയാണ്. അപ്പോ നമ്മൾ എന്താണ് അതിന്റെ കൺക്ലൂഷൻ? എന്താണ്? എല്ലാ പക്ഷികൾക്കും ചിറകുകളുണ്ട്, തത്ത ഒരു പക്ഷിയാണ്. അപ്പൊ കൺക്ലൂഷൻ എന്താണ്? അതുകൊണ്ട് തത്തയ്ക്ക് ചിറകുകളുണ്ട്. മനസ്സിലായോ? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ പ്രിമൈസുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. അപ്പൊ അടിത്തറ, ചുറ്റുമതിൽ, പിന്നെ മുകൾ ഭാഗം, വീടിന്റെ റൂഫ്, അതാണ് ഈ പറഞ്ഞ പ്രിമൈസ് കൺക്ലൂഷൻ എന്ന് പറയുന്ന രീതി. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എന്താണ്? നമ്മൾ വെക്കുന്ന പ്രിമൈസസ് തെറ്റാണെങ്കിൽ, നമ്മൾ പറയുന്ന വാദം, ആ ഫൗണ്ടേഷൻ തെറ്റാണെങ്കിൽ, സ്വാഭാവികമായിട്ടും പ്രിമൈസ് തെറ്റാണെങ്കിലും നമ്മൾ ആ സ്ട്രക്ചർ, ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീടിന്റെ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലെങ്കിലോ വീടെല്ലാം കൊണ്ട് ഇടിഞ്ഞു വീഴും. മനസ്സിലായോ? അപ്പോൾ അതെന്താണ്? അതിന് ഉദാഹരണമാണ്. അപ്പൊ എല്ലാ പക്ഷികൾക്കും പറക്കാൻ പറ്റും എന്നൊരു സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ്. പക്ഷെ അതെന്താണ്? ഒട്ടക പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. ഇത് തെറ്റാണ്. എല്ലാ പക്ഷികൾക്കും പറക്കാൻ പറ്റില്ല, ഒട്ടക പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട്? അടുത്ത പ്രിമൈസ് നോക്കണം. പെൻഗ്വിൻ ഒരു പക്ഷിയാണ്. അതും ഒരു പ്രിമൈസ്, ഒരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ കൺഫ്യൂഷൻ, അതുകൊണ്ട് പെൻഗ്വിന് പറക്കാൻ പറ്റും എന്നൊരാൾ പറഞ്ഞാൽ അതെന്താണ്? അത് ബ്ലണ്ടറാണ്, തെറ്റാണ്. എന്തുകൊണ്ട്? നമ്മൾ ആദ്യം വെച്ച ഈ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടുണ്ട്. 2 പ്രിമൈസുകൾ വെച്ചു കൺക്ലൂഷനിൽ എത്തിയ സ്ട്രക്ചർ ഫോളോ ചെയ്തു. പക്ഷെ അതിൽ വെക്കുന്ന പ്രിമൈസസ് തെറ്റാണെങ്കിൽ കൺക്ലൂഷനിലും തെറ്റും. അപ്പോ പ്രിമൈസ് ഫോളോ ചെയ്ത് കൺക്ലൂഷനിൽ എത്തുക എന്ന് പറഞ്ഞാൽ പ്രിമൈസസും ശരിയായിരിക്കണം. ആ പ്രിമൈസസ് ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുള്ളൂ. നമ്മൾ വെക്കുന്ന പ്രിമൈസസ് തെറ്റാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൺക്ലൂഷനും തെറ്റും. ഇതാണ് ഈ പറഞ്ഞ വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി ഈ ലോജിക്കിൽ
പലതരം യുക്തി ഉണ്ട്, യുക്തിയുടെ പല വകഭേദങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പല ടൈപ്സ്, ഇപ്പം നമ്മൾ ഏതൊരു കാര്യത്തിലും പല ടൈപ്സ് ഉണ്ടെന്ന് പറയുമല്ലോ, പലതരം. ഇപ്പം നമ്മളൊരു വീടിന്റെ ഇഷ്ടിക എടുക്കണം, പലതരം കല്ലുകളുണ്ട്. അതുപോലെ ഓരോന്നിനും പല രോഗങ്ങൾ തന്നെ പല ടൈപ്സ് ഉണ്ട്. അതുപോലെ ലോജിക് എന്ന് പറഞ്ഞാൽ അതിന്റെ പല ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒന്നാണ് ഡിഡക്റ്റീവ് ലോജിക് എന്ന് പറയും. ഡിഡക്റ്റീവ് നിഗമന യുക്തി. ഇപ്പൊ നിഗമന യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനറൽ ഒരു പൊതുവായ കാര്യത്തിൽ നിന്ന് ഒരു സ്പെസിഫിക് ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഒരു പ്രത്യേക ദിശയിൽ പോകുന്നതിനെയാണ് എന്ത് പറയാ? പൊതുവായതിൽ നിന്ന് സ്പെസിഫിക് അല്ല, മൊത്തത്തിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മുകളിൽ നിന്നൊരു ഡ്രോൺ ക്യാമറ ഇങ്ങനെ നോക്കാന്ന് വെച്ചാൽ, മുകളിൽ നിന്നൊരു ക്യാമറ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുകയാണ്. അപ്പം മൊത്തത്തിൽ നമ്മുടെ ആ ഭൂമി കാണും, ആ ഭൂമിയുടെ വലിയൊരു പ്രദേശം കാണും. പിന്നെ ഫ്ലൈറ്റ് താന്നു പോകും തോറും നമ്മൾ അടുത്തടുത്ത് എയർപോർട്ടിനടുത്തേക്ക് എത്തുമല്ലോ. ആ പൊതുവായ ഒരു കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആദ്യം നമ്മളെ ഇന്ത്യയുടെ ഒരു വലിയ ഭൂപ്രദേശം കാണും. പിന്നെ കുറച്ചുകൂടി പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു മേഖല കാണും. പിന്നെ നമ്മുടെ ആ ജില്ലയുടെ മേഖല കാണും. പിന്നെ നമ്മൾ പതുക്കെ നമ്മുടെ എയർപോർട്ടിലേക്ക് താഴ്ന്നിറങ്ങും. അതാണ് പൊതുവായ ഒരു പൊതുസ്ഥലത്ത് നിന്ന്, പൊതുവായ കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നടന്നെടുക്കുന്നതിനെയാണ്, കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? നിഗമന യുക്തി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് ലോജിക്. അപ്പോൾ പ്രിമൈസസ് ശരിയാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, പ്രിമൈസസ് ശരിയാണെങ്കിൽ കൺക്ലൂഷൻ 100% ശരിയാകും. അത് ഗ്യാരണ്ടീഡ് ആണ്. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എല്ലാ പക്ഷികൾക്കും ചിറകുണ്ട്, തത്ത ഒരു പക്ഷിയാണ്, അതുകൊണ്ട് തത്തയ്ക്ക് ചിറകുകളുണ്ട്. സ്ട്രക്ചറിൽ തെറ്റില്ല, പ്രിമൈസസ് ശരിയാണ്, അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻ സമ്പൂർണമായി 100% ശരിയാകും. ഇതാണ് എന്ത്? ഡിഡക്റ്റീവ് ലോജിക്. ഇതാണ് സാധാരണ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിംഗ് മാത്തമാറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഡിഡക്റ്റീവ് ലോജിക് ആണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ അത് കമന്റിൽ പറയുക. എനിക്ക് പറയാൻ അറിയില്ലെങ്കിൽ പറഞ്ഞു തരാൻ കഴിവുള്ളവർ ഇവിടെ നമ്മുടെ ചുറ്റുമുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അതിന്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ പൊതുവായ ഒരു നിയമത്തിൽ നിന്ന് അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക കാര്യത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് എന്ത്? ഡിഡക്റ്റീവ് ലോജിക്. അതിനെ പൊതുവായ പ്രത്യേക, ജനറൽ ടു സ്പെസിഫിക്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഒരു ഉദാഹരണം, എല്ലാ മനുഷ്യരും മരണമുള്ളവരാണ്. അത് പൊതുവായ സത്യം. എല്ലാ മനുഷ്യർക്കും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്, എല്ലാ നഫ്സിനും മരണമുണ്ട്. അപ്പൊ സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്. പ്രിമൈസ് 2, സോക്രട്ടീസ് എന്നുള്ള വ്യക്തി ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് നിഗമനം? അതിനാൽ സോക്രട്ടീസ് എന്ന വ്യക്തി മരണമുള്ളവനാണ്, മരിക്കുന്ന വ്യക്തിയാണ്. അതാണ് കൺക്ലൂഷൻ. ഇത് സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഡിഡക്റ്റീവ് ലോജിക്, നിഗമന യുക്തി എന്ന് പറയുന്നതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അത്. ഓക്കെ, അടുത്തത് ഇത് പ്രത്യേകത എന്താണ്? ഇതിന്റെ അടിസ്ഥാന വിവരങ്ങൾ. പ്രിമൈസസ് സത്യമാണെങ്കിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന നിഗമനം എപ്പോഴും 100% സത്യമായിരിക്കും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ലോജിക് എന്താണ്? ഇൻഡക്റ്റീവ് ലോജിക് അഥവാ ആരോഹണ യുക്തി. ഇപ്പൊ നേരത്തെ നമ്മൾ നിഗമന യുക്തി, മുകളിൽ നിന്ന് നമ്മൾ പൊതുവെ ഫ്ലൈറ്റിൽ നിന്ന് പറന്നിറങ്ങി താഴോട്ട് ഇറങ്ങുന്നത് പോലെ, അത് ഡിഡക്റ്റീവ് ലോജിക്കാണ്. നമ്മൾ തിരിച്ചങ്ങോട്ട് പറക്കുന്നതാണ് എന്ത്? ഈ പറഞ്ഞ ഇൻഡക്റ്റീവ് ലോജിക്, ആരോഹണ യുക്തി. എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ ജനറൽ ആയിട്ട് ഒരു കാര്യത്തിൽ എത്തിച്ചേരുന്നു. പല ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസിൽ നിന്ന് ഒരു ജനറൽ പാറ്റേൺ, ഒരു ലോ ഡിറൈവ് ചെയ്യുന്നു. ഇതിനെ ഈ കൺക്ലൂഷൻ പ്രൂവ് ചെയ്യുന്നില്ല, കൺക്ലൂഷനിൽ പ്രൂവ് ചെയ്തില്ല, പക്ഷെ എന്താണ്? ആ പ്രോബബിലിറ്റി കൂടുതലാണ് നമ്മൾ തെളിയിക്കുന്നത്. ഉദാഹരണം, ഞാൻ കണ്ട എല്ലാ കാക്കകളും കറുപ്പാണ്. ഞാൻ പ്രത്യേകിച്ച് കണ്ട എല്ലാ കാക്കകളും കറുപ്പാണ്, അതുകൊണ്ട് എല്ലാ കാക്കകളും കറുപ്പായിരിക്കും. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉപസംഹാരം എന്ന് ആൾക്കാർ മലയാളത്തിൽ പറഞ്ഞിരുന്നു. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഉപസംഹാരം, അതിന്റെ മലയാള വാക്ക് ഉപസംഹാരം എന്നാണ്. ഓഡിയോ അയക്കുന്നവർ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് സുഖമായിരിക്കും. വാട്സപ്പിൽ ആൾക്കാർ മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഇത് ഒരിക്കലും 100% സർട്ടൻ അല്ല, പക്ഷെ അവിടെ എവിടെയെങ്കിലും ഒരു വെളുത്ത കാക്ക കാണാം. പക്ഷെ എന്താണ്? കാക്കകൾ പൊതുവിൽ കറുപ്പാണ്. ആ പൊതു നിഗമനം, ആ പ്രോബബിലിറ്റി സ്ട്രോങ് ആണ്. അതാണ് ഇൻഡക്റ്റീവ് ലോജിക്കിന്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ചില പ്രത്യേക ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ കണ്ട് യൂട്യൂബില് സ്ലൈഡ്സ് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. ചില പ്രത്യേക ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ കണ്ട് അതിൽ നിന്ന് പൊതുവായ ഒരു നിഗമനത്തിൽ എത്തുന്ന രീതിയാണ് ഇവിടെ ഒരു പ്രത്യേക കാര്യങ്ങളിൽ നിന്ന് പൊതുവായ കാര്യങ്ങളിലേക്ക്, സ്പെസിഫിക് ടു ജനറൽ. നേരത്തെ എന്തായിരുന്നു? ജനറൽ ടു സ്പെസിഫിക്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങി, ഇനി നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യണം. അതാണ് ഒരു എക്സാമ്പിൾ പറയാണ് സാധാരണക്കാർക്ക് മനസ്സിലാവേണ്ടി. ഒരു ഉദാഹരണം, ഞാൻ കണ്ട ആദ്യത്തെ കാക്ക കറുപ്പാണ്. ഓക്കെ,
സ്റ്റേറ്റ്മെന്റ്. ഞാൻ രണ്ടാമത് കണ്ട കാക്കയും കറുപ്പാണ്, ഞാൻ മൂന്നാമത് കണ്ട കാക്കയും കറുപ്പാണ്, അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ കാക്കകളും കറുപ്പാകാനാണ് കൂടുതൽ സാധ്യത. കറുപ്പാണ്. ഇതിലെ നിഗമനങ്ങൾ എപ്പോഴും 100% സത്യമാകണമെന്നില്ല. എവിടെയെങ്കിലും ഒരു വെളുത്ത കാക്ക ഉണ്ടാകാം. എന്നാൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളാണ് ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് അതിൻ്റെ ഈ പറഞ്ഞ യുക്തിവാദമാണ്. നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നത് ഈ ടൈപ്പ് ഓഫ് ലോജിക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിലാണെങ്കിൽ ഇത് സയന്റിഫിക് ഗവേഷണങ്ങൾക്കാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഫോളിന്റെ ഇത്രയും ഫൗണ്ടേഷൻ ഇട്ട് പോകുന്നത് എന്തിനാ വെച്ചാൽ ഫോള് പറഞ്ഞ ആ വിഷയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ഫോള് കുറച്ചുകൂടി ഹയർ ലെവലിലാണ് പറഞ്ഞത്. നമ്മളത് വളരെ ബേസ് നിന്ന് തുടങ്ങാം. ലോജിക്കിന്റെ നിയമങ്ങൾ 3 നിയമങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ഫണ്ടമെന്റൽ ആയിട്ട് മെയിൻലി ലോ ഓഫ് ഐഡന്റിറ്റി അഥവാ സ്വത്വ നിയമം. എന്താണ് സ്വത്വ നിയമം? ഒരു കാര്യം അതെന്തോ അത് തന്നെയാണ്. ഈ 3 നിയമം ലോ ഓഫ് ഐഡന്റിറ്റി അത് സ്വത്വ നിയമം, അതുപോലെ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ അവിരോധ നിയമം, അതുപോലെ ലോ ഓഫ് എക്സ്ക്ലൂഡ് മിഡിൽ മധ്യമ ബഹിഷ്കരണ നിയമം. ഇത് നിയമങ്ങളാണ് കേട്ടോ, ലോജിക്കിന്റെ യുക്തിയുടെ നിയമങ്ങളാണ്. അത് ഈ 3 എണ്ണം. അത് സ്ക്രീനിൽ യൂട്യൂബിൽ കാണുന്നവർക്ക് കാണാം. ലോ ഓഫ് ഐഡന്റിറ്റി എ ഇസ് എ, ഒരു കാര്യം അതെന്തോ അത് തന്നെയാണ്. ഒരു വസ്തു അതിന്റെ സ്വന്തം ഐഡന്റിറ്റിക്ക് തുല്യമാണ്. ഫോർ എക്സാമ്പിൾ ഒരു പൂച്ച തന്നെയാണ്. ഒരേ സമയം പൂച്ചയും അത് പൂച്ചയല്ലാത്തതും ആകൂല. അതെന്താണ്? ഇത് യുക്തിയുടെ നിയമമാണ്. ഓക്കെ, ഒരേ പൂച്ച തന്നെയാണ്, പൂച്ചയല്ലാത്തൊരവസ്ഥയാകുന്നില്ല. അത് ലോ ഓഫ് ഐഡന്റിറ്റി. പിന്നെ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. ഒരു സ്റ്റേറ്റ്മെന്റ് ഒരേ സമയം ഒരർത്ഥത്തിൽ സത്യവും മറ്റൊരർത്ഥത്തിൽ ഫോൾസും ആകാൻ പറ്റില്ല. ഉദാഹരണം, ഇപ്പോൾ മഴ പെയ്യുന്നു, ഇപ്പോൾ മഴ പെയ്യുന്നു, ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഇത് രണ്ടും കൂടി ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഒരുമിച്ച് സത്യമാകില്ല. ഒന്നുകിൽ മഴ പെയ്യുന്നു അല്ലെങ്കിൽ മഴ പെയ്യുന്നില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മഴ പെയ്യുന്നു, അതാ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. അതാണ് ഒരേ സമയം ഒരേ അർത്ഥത്തിൽ ഒരേ സ്ഥലത്ത് ഒരേ സമയം ട്രൂവും ഫോൾസും ആകാൻ പറ്റില്ല. അതാണ് ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. മൂന്നാമത്തത് ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ മധ്യമ ബഹിഷ്കരണ നിയമം. അതായത് ഏതൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല. ഉദാഹരണത്തിന്, ഒരു വാതിൽ തുറന്നിരിക്കുന്നു അല്ലെ, തുറന്നിരിക്കുന്നു എന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഈ ഹാഫ് ട്രൂ എന്നൊരു മിഡിൽ ഗ്രൗണ്ട് ക്ലാസിക്കൽ ലോജിക്കിൽ ഇല്ല. ഹാഫ് ട്രൂ ആയിട്ടുള്ള എന്താ പറയുക, അർദ്ധസത്യം എന്ന് പറയുന്ന ഒരു വാദം എന്തിലില്ല? ക്ലാസിക്കൽ ലോജിക്കിൽ അതിൽ ഇല്ല. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇതാണ് ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ. ഇതാണ് ലോജിക്കിന്റെ അടിസ്ഥാന യുക്തിയുടെ. ഇപ്പൊ നമ്മൾ യുക്തിയുടെ നിയമങ്ങൾ പറഞ്ഞു, 2 തരം വ്യക്തം. ഇനി യുക്തിയുടെ പല വകഭേദങ്ങളിൽ പ്രധാനപ്പെട്ട 2 എണ്ണം പറഞ്ഞു. മൂന്നാമതൊരു ടൈപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടി പറയാണ്ട്. എന്താണ് ലോജിക്കും യുക്തിയും സാമാന്യ യുക്തിയും? കോമൺ സെൻസ്. നമ്മൾ സാധാരണ കോമൺ സെൻസ് ഉള്ളവനാവുക എന്ന് പറയില്ലേ? നിങ്ങൾ കോമൺ സെൻസ് ഉള്ളവനാവുക എന്ന് പറയില്ലേ സാധാരണ? അത് എന്താണ്? കോമൺ സെൻസും യുക്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ലോജിക്കും കോമൺ സെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂട്യൂബിൽ കാണുന്നവർ കാണാം. ലോജിക്കിൽ സ്റ്റെപ്സ് വെച്ച്, ലോജിക് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് വെച്ചാൽ ഇന്ന സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇന്ന സ്റ്റെപ്പ് അങ്ങനെ വെച്ച് ചിന്തിച്ച് ഒരു റൂൾസ് ഫോളോ ചെയ്ത് ഒരു പ്രത്യേക കൺക്ലൂഷൻ എത്തുന്നതിനെയാണ് എന്ത് ലോജിക് എന്ന് പറയുക. സാമാന്യമായി പറയുന്നത് അതിന്റെ ക്ലാസിക്കൽ ഡെഫിനേഷൻ എന്താണ്? സ്റ്റെപ്സ് വെച്ച് ചിന്തിച്ച് റൂൾസ് ഫോളോ ചെയ്ത് ഒരു കൺക്ലൂഷൻ എത്തുന്നതിനെയാണ് ലോജിക് എന്ന് പറയുക. എന്നാൽ കോമൺ സെൻസോ, അതിന് പ്രത്യേകിച്ച് സ്റ്റെപ്സ് ഒന്നുമില്ല. പെട്ടെന്ന് തോന്നുന്ന ശരി തെറ്റ് അഥവാ ബോധം അനുഭവത്തിൽ നിന്ന് വരുന്നതാണ്. പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നമ്മൾ ഒരു ശരിയോ തെറ്റോ എന്ന വിഷയത്തിലെത്താണ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ ഒരു ഐസ് ക്യൂബ് ഉണ്ട്, നീ അതൊരു ഗ്ലാസ് ചൂടുവെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? കോമൺ സെൻസ് ഉപയോഗിച്ചാൽ നമ്മൾ സാധാരണ അത് ഉരുകും. അത് ശരിയാണ്, പെട്ടെന്ന് പറയും, നമ്മളെല്ലാവരും ഉരുകും എന്ന് പറയും. എത്രയോ തവണ അത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റീസണിങ് ഇല്ലാത്ത നമുക്കത് പറയാം. ഇത് സാധാരണ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇനി പ്രിമൈസ് ഉപയോഗിച്ച് പറയുകയാണെങ്കിലോ, പ്രിമൈസ് 1, ഐസ് എന്നത് 0 ഡിഗ്രി സെൽഷ്യസ് താഴെ താപനിലയിൽ മാത്രം സോളിഡായി നിൽക്കുള്ളൂ. അതാണ് ഐസ് കട്ട. ഓക്കെ. ഇനി പ്രിമൈസ് 2, ചൂടുവെള്ളത്തിന്റെ താപനില 0 ഡിഗ്രി സെൽഷ്യസിനും കൂടുതലാണ്. ചൂടുവെള്ളത്തിന്റെ താപനില 0 മുകളിലാണ് ചൂടുവെള്ളത്തിന്. അത് എത്രയാവട്ടെ, മേ ബി 50 ഡിഗ്രി 60 ഡിഗ്രി വാട്ട് എവർ ഇറ്റ് ഈസ്.
അപ്പോൾ കൺക്ലൂഷൻ എന്താണ്? ഐസ് കട്ട, അതുകൊണ്ട് ഐസ് ഉരുകും. ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഐസ് ഉരുകും എന്ന് പറയാനുള്ള ലോജിക്കിന്റെ നിയമം അനുസരിച്ച് പറയുന്നതാണ്. രണ്ടിനും ഒരേ ഉത്തരമാണ് കിട്ടിയത്, പക്ഷേ ഒന്ന് ഇൻസ്റ്റന്റ്ലി നമ്മൾ പറയുന്നു, മറ്റൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നു. ഉദാഹരണം എന്താണ് വ്യത്യാസം തോന്നുന്നത്? വ്യത്യാസം വരുന്ന എപ്പോഴാണ്? ഇപ്പൊ 1 കിലോ ഇരുമ്പും 1 കിലോ പഞ്ഞിയും ചോദിക്കണം, ഏതായാലും ഭാരം കൂടുതലെന്ന് ചോദിക്കണം. ഒരാളോട് ചോദിക്കണം എന്താണ് 1 കിലോ ഇരുമ്പും 1 കിലോ പഞ്ഞിയും. കോമൺ സെൻസ് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതിപ്പോ ഇരുമ്പല്ലേ വെയിറ്റ് കൂടുതൽ. സംഭവം എന്താ? രണ്ടും 1 കിലോ ആണ്. 1 കിലോ ഇരുമ്പും 1 കിലോ എന്താ പറയാ പഞ്ഞിയും. അപ്പോൾ ഇരുമ്പ് ഭാരമുള്ളത് എന്നുള്ള ഫീലിംഗ് കൊണ്ട് നമ്മൾ പറയും 1 കിലോ ഇരുമ്പിനാണ് നമ്മൾ ഭാരമുള്ളത്. ലോജിക്കലി പറയുകയാണെങ്കിൽ, കണക്ക് ശരിയായി ചിന്തിച്ചാൽ രണ്ടിനും 1 കിലോ തന്നെയാണ്, ഈക്വൽ ആണ്. രണ്ടിനും 1 കിലോ തന്നെയാണ്. അപ്പൊ കോമൺ സെൻസ് പെട്ടെന്ന് തോന്നും ചിലപ്പോൾ തെറ്റാകും, പക്ഷെ ലോജിക്ക് കെയർഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തിങ്കിങ് ആണ്. അതുകൊണ്ട് ശരിയായ ഉത്തരത്തിലേക്ക് അത് നയിക്കും. ഇതാണ് ലോജിക്കിന്റെയും കോമൺ സെൻസിന്റെയും തമ്മിലുള്ള വ്യത്യാസം. ഇനി മൂന്നാമത്, നേരത്തെ പറഞ്ഞ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് കൂടാതെ മൂന്നാമതൊരു ടൈപ്പാണ്. ഇനിയും ലോജിക്കിന്റെ എല്ലാ ബഹുപദങ്ങളും പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതൊരു വിഷയമാണ് അബ്ഡക്റ്റീവ് ലോജിക് അഥവാ അബ്ഡക്റ്റീവ് റീസണിങ്, അബ്ഡക്റ്റീവ് ലോജിക് എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കുന്നതിൽ നമ്മുടെ മുന്നിലുള്ള ചില ലക്ഷണങ്ങളോ തെളിവുകളോ കണ്ട് അതിന് പിന്നിൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാരണം, ദ മോസ്റ്റ് ലൈക്ലി എക്സ്പ്ലനേഷൻ, കണ്ടെത്താൻ ശ്രമിക്കുന്ന യുക്തി രീതിയാണത്. ദ മോസ്റ്റ് ലൈക്ലി എക്സ്പ്ലനേഷൻ. ഇതിനെ പലപ്പോഴും ഊഹിച്ചുള്ള നിഗമനം അഥവാ ഇംഗ്ലീഷിൽ ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയും. ഊഹിച്ചുള്ള നിഗമനം എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ കൈവശം പൂർണ്ണമായ വിവരങ്ങൾ ഉണ്ടാകില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഏറ്റവും യുക്തിസമായ കാരണം നമ്മൾ കണ്ടെത്തുന്നു. അതാണ് അബ്ഡക്റ്റീവ് ലോജിക്. ഈ ബയേഷ്യൻ റീസണിങ്, അന്ന് ഫോൾ പ്രസന്റ് ചെയ്ത ബയേഷ്യൻ റീസണിങ് എന്നതിനെ അടിസ്ഥാനപരമായി ഈ പറഞ്ഞ അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം അല്ലെങ്കിൽ ഗണിതശാസ്ത്ര രീതിയാണ്. ഈ അബ്ഡക്റ്റീവ് ലോജിക്കിന്റെ ഒരു ഗണിതശാസ്ത്ര രീതിയാണ് ബയേഷ്യൻ റീസണിങ് അഥവാ ബയേഷ്യൻ ലോജിക് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിന്റെ സാധ്യത എത്ര ശതമാനമുണ്ട് എന്ന് കൃത്യമായ കണക്കുകളിലൂടെ പറഞ്ഞു തരുന്നതാണ് ബയേഷ്യൻ രീതി. നമ്മൾ അതിന് പ്രത്യേകമായ വാല്യൂസ് കൊടുത്ത് ഓരോ പ്രൊബബിലിറ്റിക്കും ഓരോ സാധ്യതയ്ക്കും ഓരോ ഹൈപ്പോസിസിനും വാല്യൂസ് കൊടുത്ത് അതിന്റെ റേഷ്യോസ് കണ്ടുപിടിച്ച് അതിന്റെ കാൽക്കുലേഷൻ എത്തി അതിന്റെ കൺക്ലൂഷനിലെ മാക്സിമം പെർസെന്റേജ് അതിനാണ് സ്ട്രോങ്. അപ്പോൾ ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് കണ്ടുപിടിക്കുന്ന മാത്തമാറ്റിക്കൽ ഫോർമുലാസ് കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് എന്ത്? ബയേഷ്യൻ റീസണിങ്. അത് ഏതിൽ വരുന്നതാണ്? അബ്ഡക്റ്റീവ് ലോജിക്കിൽ വരുന്നതാണ്. ഇതായിരുന്നു ഫോളിന്റെ ടോപ്പിക്. ഈ 14 സ്ലൈഡ് ഞാൻ പ്രസന്റ് ചെയ്തത് ഒരു ഫൗണ്ടേഷൻ ബേസ് ചെയ്യാനാണ്. എന്താണ് യുക്തി, യുക്തിയുടെ നിയമങ്ങൾ എന്താണ്, യുക്തിയുടെ വകഭേദങ്ങൾ എന്താണ്, യുക്തിയുടെ വകഭേദങ്ങളിൽ ഏതിലാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഫോൾ പ്രസന്റ് ചെയ്ത പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൊഫറ്റ് ഹുഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിനെ എടുത്ത ബയേഷ്യൻ റീസണിങ് ടൈപ്പ്. ഇനി അവിടെ ഫോൾ കാണിച്ച ഫസ്റ്റ് പ്രസന്റേഷനിലെ ഫസ്റ്റ് സ്ലൈഡിലെ സ്ലൈഡുകൾ 1-2 സ്ലൈഡുകൾക്കുള്ളിൽ കാണിച്ചതാണ് ഈ പറഞ്ഞ വിഷയം. എന്താണ്? ഒരു ഉദാഹരണം. ഇടതൂർന്ന ഒരു മരുഭൂമിയിൽ സജ അന്ന് കഥവും ചാത്തി വിടുമോ? ഓക്കെ. അപ്പൊ ഇടതൂർന്ന ഒരു മരുഭൂമിയിൽ ഒരാൾ ഉണർന്ന് ചിന്തിക്കുന്നു. ഇതായിരുന്നു പോളിന്റെ സ്ലൈഡിന്റെ ഫസ്റ്റ് ഇമേജ്. ഇന്നലെ രാത്രി മഴ പെയ്തുവോ? രാവിലെ ഒരാൾ മരുഭൂമിയിൽ എണീറ്റുന്നു, ഇന്നലെ രാത്രി മഴ പെയ്തുവോ? അപ്പൊ സിദ്ധാന്തം, 2 സിദ്ധാന്തങ്ങൾ, മഴ പെയ്തു അല്ലെങ്കിൽ മഴ പെയ്തില്ല. ഓക്കെ. അപ്പൊ ആദ്യം നമ്മളൊരു പൂർവ്വജ്ഞാനമുണ്ട്. എന്താണ്? ഇത് മരുഭൂമിയാണ്, മഴ അപൂർവമാണ്. നമ്മുടെ മുന്നിൽ തെളിവ് എന്താണ്? അതാണ് എന്താണ് തെളിവ്? പുറത്ത് ജലക്കുഴികൾ, ജലത്തിന്റെ അംശം, ജലത്തിന്റെ കുഴികൾ അല്ലെങ്കിൽ ജലത്തിന്റെ സാന്നിധ്യം നമ്മൾ കാണപ്പെടുന്നു. പൂർവ്വ സാധ്യത. തെളിവ് കാണുന്നതിന് മുമ്പ് സിദ്ധാന്തം എത്രമാത്രം സത്യമാകും? നമ്മൾ തെളിവ് വെള്ളം കാണുന്നതിന് മുമ്പ് എത്രമാത്രം സത്യമാകും? ഇനി മഴ പെയ്തെങ്കിൽ ജലക്കുഴി കാണാനുള്ള, ജലത്തിന്റെ സാന്നിധ്യം കാണാനുള്ള സാധ്യത. ഇനി മൂന്നാമത് PE എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൽ ഒട്ടാകെ നനഞ്ഞ നിലം കാണാനുള്ള സാധ്യത, ആവൃത്തി. പശ്ചാത്തല സാധ്യത. തെളിവ് കണ്ട ശേഷം മഴ പെയ്തു എന്നതിൽ നമ്മൾ ആത്മവിശ്വാസമായി ഉറപ്പിക്കുന്നു.
നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ PH, H1, H2 എന്താണ്, PH എന്താണ്, എന്നുള്ള കുറച്ചുകൂടെ സ്ലൈഡ്സ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇനി ഈ പറഞ്ഞ വിഷയത്തിലെ ഓരോ സ്ലൈഡ്സ് നിങ്ങൾക്ക് നോക്കാം. ഒന്ന്, HEP എന്താണ്? ഓക്കെ, സ്ലൈഡ്സ് കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചിട്ട് എന്താണ് HEP, അതിൽ പറഞ്ഞ ലെറ്റേഴ്സ് എന്തൊക്കെയാണ്? ഹൈപ്പോത്തിസിസ്, H എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തിസിസ് അഥവാ സിദ്ധാന്തം. എന്താണ് സിദ്ധാന്തം? നാം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്ന ഒരു ഊഹം, ഒരു വിശ്വാസം, ഒരു കാര്യം, ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഊഹം ശരിയാണോ തെറ്റാണോ പരിശോധിക്കാനുള്ള ഒരു പരിശോധിക്കുന്ന ഒരു ഊഹം, അതിനെയാണ് എന്ത് പറയുക? ആ സിദ്ധാന്തം എന്ന് പറയുക. ഇനി അതിൽ ആ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? എവിഡൻസ്. എന്താണ് എവിഡൻസ്? എവിഡൻസ് പറഞ്ഞാൽ തെളിവ്. നാം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഒരു യഥാർത്ഥ നിരീക്ഷണം, സത്യമായ നിരീക്ഷണം എന്താണ്? അതാണ് എവിഡൻസ്. ഇപ്പോൾ ആദ്യത്തിന് Hന് ഉദാഹരണം എന്താണ്? ഇന്നലെ രാത്രി മഴ പെയ്തു, അതൊരു ഊഹമാണ്. തെളിവ് എന്താണ്? പുറത്ത് ജലക്കുഴികൾ ഉണ്ട്. ഓക്കെ, ഇനി സാധ്യതകൾ, പ്രോബബിലിറ്റി. P എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി, സാധ്യത. അത് 0 മുതൽ 1 വരെ അല്ലെങ്കിൽ 0% മുതൽ 100% വരെ. ഇനി ആ ബയേഷ്യൻ ഫോർമുലയിലുള്ള ലെറ്റേഴ്സ് ആണ്. ബയേഷ്യൻ ഫോർമുലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് കാണുക. PH, തെളിവ് കാണുന്നതിന് മുമ്പുള്ള വിശ്വാസം. ഉദാഹരണം 0.10 അല്ലെങ്കിൽ 10%, 0.1 അഥവാ 10%. ഇനി ലൈക്ലിഹുഡ്, അതാണ് പ്രയർ, ഇംഗ്ലീഷിൽ പറയാ പ്രയർ. അത് തെളിവ് കാണുന്നതിന് മുമ്പുള്ള ഊഹം. നമ്മൾ തെളിവ് കണ്ടിട്ടില്ല, തെളിവ് കാണുന്നതിന് മുമ്പ്. ശരിയെങ്കിൽ ലൈക്ലിഹുഡ്, ശരിയെങ്കിൽ സിദ്ധാന്തം ശരിയെങ്കിൽ എന്താണ്? തെളിവ് കാണാനുള്ള സാധ്യത എത്ര? 99%. മഴ പെയ്താൽ ജലത്തിന്റെ സാധ്യത കാണും. ഓക്കെ, ഇനി PE നോർമലൈസർ എന്താണ്? ഏത് കാരണത്താലും കാണാനുള്ള ഒട്ടാകെ സാധ്യത. ഓക്കെ, പിന്നെ PHE എന്ന് പറഞ്ഞാൽ കണ്ട ശേഷം Hൽ ആ നേരത്തെ പറഞ്ഞ സിദ്ധാന്തത്തിൽ തെളിവ് സമ്പൂർണമായി ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സിദ്ധാന്തം, ആ മഴ പെയ്തു എന്നുള്ള, മഴ പെയ്തോ പെയ്തില്ല എന്നുള്ളതിലെ ആ ഒരു കാര്യം, മഴ പെയ്തു എന്ന് നമ്മൾ തീരുമാനത്തിൽ എത്തുന്നു. ഓക്കെ, ഇനി അതിലൊരു സിമ്പിൾ കിടപ്പുണ്ട്. നമ്മൾ ക്കും ഇടയിലും Hനും ഇടയിൽ ഒരു സിംഗിൾ കിടന്നു, ഒരു വര കണ്ടോ? Pക്കും ക്കും ഇടയിൽ ഒരു വര കണ്ടോ? ആ വര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്ന ചിഹ്നം കൊണ്ട് എന്താണ്? ആണെങ്കിൽ, അഥവാ H ആണെങ്കിൽ യുടെ സാധ്യത, മഴ പെയ്തെങ്കിൽ ജലക്കുഴി ഉണ്ടാകാനുള്ള സാധ്യത. ഇനി കണ്ടെങ്കിൽ Hന്റെ ജലക്കുഴി കണ്ടാൽ മഴ ഉണ്ടാക്കാനുള്ള സാധ്യത. പിടിയോ? മഴ പെയ്തെങ്കിൽ ജലത്തിന്റെ അംശം, ജലത്തിന്റെ കുഴി കാണാനുള്ള സാധ്യത, ജലക്കുഴി കണ്ടാൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത. ഇതാണ് H ബാർ അല്ലെങ്കിൽ E ബാർ H. E ബാർ H എന്ന് പറഞ്ഞാൽ മഴ പെയ്തെങ്കിൽ ജലക്കുഴി ഉണ്ടാകാനുള്ള സാധ്യത. H ബാർ എന്ന് പറഞ്ഞാൽ ജലക്കുഴി കണ്ടെങ്കിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത. ഇതാണ് ബയേഷ്യൻ തിയറിയിലെ അന്ന് ബയേഷ്യൻ ഫോർമുലയിൽ കാണിച്ച ഓരോ അക്ഷരങ്ങളുടെ പ്രത്യേകത. ഒന്ന്, H എന്താണ്? ഹൈപ്പോത്തിസിസ്. E എന്ന് പറഞ്ഞാൽ എവിഡൻസ്. P എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഒന്നുകൂടി ലളിതമായി ഫോർമുല ഒന്നുകൂടി ലളിതമായിട്ടൊരു ബോക്സ് വരച്ച് കാണിച്ചിരിക്കുകയാണ്. PH എന്ന് പറഞ്ഞാൽ പ്രയർ, അത് തെളിവ് കാണുന്നതിന് മുമ്പ് എന്ത് തോന്നുന്നു. PE ബാർ H എന്ന് പറയുന്ന ലൈക്ലിഹുഡ്, ഈ ഹൈപ്പോത്തിസിസ് ശരിയാണെങ്കിൽ ഈ തെളിവ് എത്ര ചേരും. PE അതൊരു നോർമലൈസർ ആണ്. ഈ തെളിവ് ഏതേത് കാരണത്താലും കാണാനുള്ള ഒട്ടാകെ സാധ്യത. പിന്നെ PHE പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ തെളിവ് കണ്ട ശേഷം അതിന്റെ അപ്ഡേറ്റഡ് വിശ്വാസം. ഇതാണ് ഈ പറഞ്ഞ കാര്യത്തിലെ ഫോർമുലയിലുള്ള അന്ന് കഴിഞ്ഞ ഇതിൽ കണ്ട സാധനം. പിന്നെ അടുത്തത് ഒന്നുകൂടി ഓരോ കാര്യങ്ങളും PH ഹൈപ്പോത്തിസിസ് എന്നുള്ളത് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടണം, എന്നാലും മുന്നോട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എന്താണ് ഹൈപ്പോത്തിസിസ്? സിദ്ധാന്തം. നാം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്ന ഒരു ഊഹം. എന്താണ്? ഇന്നലെ രാത്രി മഴ പെയ്തു. ഇത് H ആണ്. ഇത് നാം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇന്നലെ രാത്രി മഴ പെയ്തു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഒരു സിദ്ധാന്തമാണ്. മഴ പെയ്തുവോ പെയ്തില്ലേ, ഇന്നലെ രാത്രി മഴ പെയ്തു. ഇത് H സിദ്ധാന്തമാണ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. തെളിവ് എന്താണ്? നാം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഒരു യഥാർത്ഥ നിരീക്ഷണം. പുറത്തിറങ്ങിയപ്പോൾ മണലിൽ ജലത്തിന്റെ അംശം, ജലത്തിന്റെ കുഴികൾ കണ്ടു. ഇത് എവിഡൻസ് ആണ്. ഇപ്പോൾ കാണുന്ന ഫാക്റ്റ് ആണ്, നമ്മുടെ മുന്നിൽ കാണുന്ന ഫാക്റ്റ് ആണ്.
ഇനി മുൻ വിശ്വാസം, പ്രയർ ബിലീഫ് അല്ലെങ്കിൽ പ്രയർ വിശ്വാസം, മുൻ വിശ്വാസം എന്താണ്? തെളിവ് കാണുന്നതിന് മുമ്പ് ഹെച്ചിലുള്ള ആത്മവിശ്വാസം. തെളിവ് കണ്ടിട്ടില്ല, അതിനു മുമ്പ് ഹെച്ച് കാണുന്ന പക്ഷേ എന്താണ്? ഇത് മരുഭൂമിയാണ്, മഴ വളരെ അപൂർവമാണ്, അതിനാൽ മഴ പെയ്തു എന്ന് ആദ്യം വിശ്വസിക്കാൻ കഴിയില്ല. പ്രയർ വിശ്വാസം എന്താണ്? ഇത് മരുഭൂമിയാണ്, മഴ പെയ്യാനുള്ള സാധ്യത കുറവാണ്, അതുകൊണ്ട് തന്നെ മഴ പെയ്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, മഴ കുറവ് അപൂർവമായതുകൊണ്ട് തന്നെ വിശ്വസിക്കാം. അതാണ് പി ഹെച്ച്, ഈ പറഞ്ഞ മുൻ വിശ്വാസം. ഇനി പി ഇ ബാർ ഹെച്ച് എന്ന് പറഞ്ഞാൽ ലൈക്ലിഹുഡ്, ചേർച്ച. അതിനെ ഹെച്ച് ശരിയാണെങ്കിൽ, മഴ പെയ്തത് ശരിയാണെങ്കിൽ എന്താണ്? ഈ കാണാനുള്ള സാധ്യത, മഴ പെയ്തെങ്കിൽ ജലക്കുഴി ഉണ്ടാകാനുള്ള സാധ്യത എത്ര? ഉറപ്പായിട്ടും ഉണ്ടാകും. 99% മഴ പെയ്താൽ നിരത്തിൽ ജലത്തിന്റെ അംശം ഉണ്ടാകും. ഇനി ആ നോർമലൈസർ പി ഇ എന്താണെന്നോ, ഏത് കാരണവത്താലും ഈ കാണാനുള്ള ഒട്ടാകസ ജലക്കുഴി ഉണ്ടാകാനുള്ള കാരണം മഴ മാത്രമല്ല. എന്തുകൊണ്ട്? അവിടെ എന്തെങ്കിലും പൈപ്പ്, വെള്ളത്തിന്റെ ജലം വിതരണം ചെയ്യുന്ന പൈപ്പുകൾ പൊട്ടിയാലോ, അതുമല്ലെങ്കിൽ ആരെങ്കിലും ഈ പറഞ്ഞ ഏത് ലോറിയോ മറ്റു കാര്യങ്ങൾ വെള്ളം കൊണ്ടുപോകുന്ന വാഹനം എന്തെങ്കിലും പറ്റിയാലോ, അല്ലെങ്കിൽ മറ്റു കാരണങ്ങളെല്ലാം, ഇവയെല്ലാം ചേർന്ന സാധ്യത, അതിനെല്ലാം തന്നെ എന്താണ്? ഒരു 10% ചാൻസ്, അല്ല ഓരോന്നിനും ചാൻസ് കൊടുക്കാം, 10% എല്ലാത്തിനും കൂടി. ഓക്കെ. ഇനി അവസാനം നമ്മൾ ഈ കണ്ട ശേഷം ഹെച്ചിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിശ്വാസം എന്ത്? നമ്മൾ ജലക്കുഴി കണ്ടു, മഴ പെയ്തു എന്നതിൽ എത്ര ഉറപ്പ്? മഴയാണ് പെയ്തെന്നതിൽ എത്ര ഉറപ്പ്? എന്താണ്? അത് 99% ഈ കണ്ടതോടെ അത് ഉറപ്പായി. ഓക്കെ. ഇതാണ് ഈ വിഷയത്തിലെ ബയേഷ്യൻ ഫോർമുലയുള്ള കാര്യം. ഇനി ആ ഫോർമുല, അന്ന് കണ്ട ഫോർമുല ഇതാണ്. ഫോർമുല നോക്കുക. പി എച്ച്, ഫോർമുല ഇച്ചിരി കട്ടിയാണ്, ഇതാണ് ബയേഷ്യൻ ഫോർമുല. പി എച്ച് ബാർ ഇ ഇസ് ഈക്വൽ ടു പി ഇ ബാർ എച്ച് ഇൻറ്റു പി എച്ച് ഡിവൈഡ് ബൈ പി ഇ. ഇതൊരു ഫോർമുലയാണ്. ആ ഉദാഹരണം ജലക്കുഴി കണ്ടീഷൻ മഴ പെയ്തു എന്ന് 90% ഉറപ്പിക്കാനുള്ള ആ ഒരു ലോജിക്കൽ ഫോർമുല, അബ്ഡക്റ്റീവ് ഫോർമുല റീസണിങ് ആണ്, അബ്ഡക്റ്റീവ് ലോജിക് ആണ് ഈ പറഞ്ഞ ബയേഷ്യൻ ലോജിക്. ഓക്കെ. ഇനി നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചർച്ചയുടെ പ്രാധാന്യം എന്തെന്ന് നോക്കാം. എന്താണ് ചർച്ച? ബയേഷ്യൻ ഫ്രെയിംവർക്ക് എടുക്കാനുള്ള കാരണം എന്താണ്? ഒരു വ്യക്തി, പ്ലിങ്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ക്ലബ് ഹൗസിൽ നടത്തിയ ഒരു ചർച്ചയുടെ അവസാനത്തിൽ അവർ കൺക്ലൂഷനിലെത്തി. അവർ തമ്മിൽ ഒരു കൺക്ലൂഷനിലെത്തി. എൻ്റെ സ്ലൈഡ് നിങ്ങൾക്ക് കാണാം, യൂട്യൂബിൽ കാണാം. ദൈവമുണ്ടെന്നും ദൈവം ഇടപെടാൻ കഴിയുന്നവനാണെന്നും ഗൈഡൻസ്, ഒരു മാർഗനിർദ്ദേശം ആവശ്യമുള്ളതാണെന്നും അവരിരുവരും ഒരു ആർഗ്യുമെന്റിലൂടെ എഗ്രി ചെയ്യുന്നു. എന്താണ്? ദൈവം ഉണ്ടെന്ന് എഗ്രി ചെയ്തു, ദൈവം ഇടപെടാൻ കഴിയുമെന്ന് എഗ്രി ചെയ്തു, ഗൈഡൻസ് ആവശ്യമാണെന്ന് എഗ്രി ചെയ്തു. ഈ പറഞ്ഞ വാദങ്ങൾ അവർ എഗ്രി ചെയ്തു കഴിഞ്ഞാൽ ഇനി അടുത്ത ചോദ്യം, ഗൈഡൻസ് ആരിലൂടെ വന്നു? ഈ മാർഗനിർദ്ദേശം ആരിലൂടെയാണ് വന്നത്? അതാണ് വിഷയം. അവിടെയാണ് ഈ ബയേഷ്യൻ ലോജിക്ക് വെച്ചിട്ട് എടുക്കുന്നത്. ഓക്കെ. എന്താണ് മത്സരിക്കുന്ന രണ്ട് സിദ്ധാന്തങ്ങൾ? നേരത്തെ പറഞ്ഞ H1 H2 രണ്ട് സിദ്ധാന്തങ്ങൾ എന്താണ്? ഒന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവത്താൽ നിയോഗിതനായ പ്രവാചകനാണ്, ഹൈപ്പോത്തസിസ് 1. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ സിദ്ധാന്തം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷെ പ്രത്യേകതരം കഴിവുകളുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് രണ്ടാമത്തെ സിദ്ധാന്തം. ആദ്യത്തെ സിദ്ധാന്തം എന്താണ്? ദൈവത്താൽ നിയോഗിതനായ പ്രവാചകനാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്. രണ്ടാമത്തത് ഒരു പ്രത്യേക മനുഷ്യനാണ്, പക്ഷെ പ്രത്യേക കഴിവുള്ള സാധാരണ മനുഷ്യനാണ് എന്നുള്ള സിദ്ധാന്തം. ഇതിൽ ഏതിനാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഏതിനാണ് സാധ്യത കൂടുതൽ? ബയേഷ്യൻ ലോജിക്ക് വെച്ച്, അബ്ഡക്റ്റീവ് ലോജിക്ക് വെച്ചിട്ട് നമ്മൾ അത് പരിശോധിക്കാൻ പോവാണ്. ഓക്കെ. അതാണ് അന്നത്തെ സംസാരത്തിന്റെ ആകെ വിഷയം. അപ്പൊ പശ്ചാത്തലത്തിൽ അവർ എഗ്രി ചെയ്ത ബേസ്മെന്റ് ബാക്ക്ഗ്രൗണ്ട് അസംഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ദൈവം നിലനിൽക്കുന്നു. രണ്ട്, ദൈവത്തിന് ചരിത്രത്തിൽ ഇടപെടാൻ കഴിയും. മൂന്നാമത്തെ, മനുഷ്യർക്ക് ദൈവിക മാർഗദർശനം ലഭിക്കുന്നതിനായി ന്യായമായി പ്രതീക്ഷിക്കാം. ദൈവം ഉള്ളത് കൊണ്ട് തന്നെ, പടച്ച തമ്പുരാൻ ചരിത്രത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ മാർഗദർശനവും നമുക്ക് സ്വാഭാവികമായി പ്രതീക്ഷിക്കാം. ഇത് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇത് അസംഷൻ ആണ്, ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇതിന് മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണോ എന്ന് നമ്മൾ അത് തെളിയിക്കാൻ പോകുന്നത്, യുക്തിയുടെ നിയമങ്ങൾ വെച്ചുകൊണ്ട് തന്നെ. അപ്പൊ പൂർവ്വ സാധ്യതകൾ എന്താണ്? അപ്പോൾ ഇത് എതിരാളിയെ സംബന്ധിച്ചുള്ള എന്താണ്? ഈ പറഞ്ഞ പശ്ചാത്തല ധാരണകൾ വെച്ചുകൊണ്ട് അയാൾ പറയുന്നത് എന്താണ്? പ്രവാചകന്മാരിലൂടെ ഈ പറഞ്ഞ പ്രവാചകനാണെന്ന സാധ്യത ഉയർത്തുന്നുണ്ടെങ്കിലും പറഞ്ഞ ചരിത്രത്തിൽ പലതരം പ്രവാചകത്വവാദികൾ, പല ആൾക്കാർ വന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രവാചകനാണ് എന്ന വാദത്തിന് 20%,
മറ്റത് ആ എതിരാളി പറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണെന്നുള്ള ഭാഗത്ത് നമ്മൾ 80% തൽക്കാലം കൊടുക്കുകയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാനത്തിൽ എങ്ങനെയാണ് ഈ നിഗമനം സമ്പൂർണ്ണമായി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പൊ തെളിവുകൾ ഏതൊക്കെയാണ് നമ്മൾ തെളിവുകൾ? ഒന്ന്, നാഗരികതയുടെ സ്വാധീനം അഥവാ സിവിലൈസേഷണൽ ഇൻഫ്ലുവൻസ്. ഒരു സംസ്കാരത്തിൽ, ഒരു നാഗരികതയിൽ ഈ പ്രവാചകൻ, ഈ ചരിത്ര പുരുഷൻ നടത്തിയ മാറ്റം എന്താണ്? രണ്ട്, ഗ്രന്ഥ സംരക്ഷണം, അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിന്റെ പ്രിസർവേഷൻ, ടെക്സ്റ്റൽ പ്രിസർവേഷൻ. മൂന്നാമത്തത് സാഹിത്യമഹിമ, ആ ഗ്രന്ഥത്തിന്റെ ലിറ്ററൽ എക്സലൻസ് അഥവാ സാഹിത്യമഹിമ. മൂന്ന്, ആ ഗ്രന്ഥവും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളും, ആ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ആ മഹാനുഭാവൻ പഠിപ്പിച്ച വിഷയത്തിന്റെ ഇന്റലക്ച്വൽ ഡെപ്ത്. ഈ 4 കാര്യങ്ങൾ. ഒന്ന്, സിവിലൈസേഷണൽ ഇൻഫ്ലുവൻസ്. 2, ടെക്സ്റ്റൽ പ്രിസർവേഷൻ. 3, ആ വിഷയത്തിന്റെ ലിറ്ററൽ എക്സലൻസ്. 4, ഇന്റലക്ച്വൽ ഡെപ്ത്. ഈ 4 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോന്നും സ്കോർ ചെയ്തിട്ട് അവസാനം നമ്മൾ അതിന്റെ ഹയർ പോസിബിലിറ്റി, ബയേഷ്യൻ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ഹയർ പോസിബിലിറ്റി ഏതിനാണ്, പ്രവാചകൻ സൽമാൻ ദൈവത്താൽ നിയോഗിതനെ പ്രവാചകനാണോ അതോ എതിരാളി പറയുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണോ എന്നുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ കാൽക്കുലേഷൻ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എത്തിച്ചേരുന്നത്. ഒന്ന്, നാഗരികതയുടെ സ്വാധീനം, സിവിലൈസേഷണൽ ഇൻഫ്ലുവൻസ്. എന്താണ് പ്രവാചകത്വത്തിന്റെ അവകാശവാദത്തിൽ ഉടലെടുക്കുന്ന പ്രതീക്ഷകൾ? എന്താണ് ഒരാൾ പ്രവാചകൻ, ഒരു വ്യക്തി പ്രവാചകനാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് എന്താണ്? ഒന്ന്, സമഗ്രമായ മാർഗനിർദ്ദേശനം. ജീവിതത്തിന്റെ സമഗ്ര മേഖലകളെയും സ്പർശിക്കുന്ന എല്ലാ കാര്യത്തിലും വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ടോ? 2, അത് ആ ജീവിതത്തെ, അവന്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നോ? അവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ആ ഗൈഡൻസ് കൊണ്ട്, ആ മാർഗനിർദ്ദേശം കൊണ്ട് അവന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? 3, അതിന്റെ മോസ്റ്റ് ഹയസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും ഉന്നതമായ ഗുണനിലവാരം, അതിന്റെ ഏറ്റവും മോസ്റ്റ് ഹയസ്റ്റ് ക്വാളിറ്റി, ഇത് ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയില്ല, ബെസ്റ്റ് ഗൈഡൻസ്. ഈ 3 കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന 3 കാര്യങ്ങളൊന്ന് സമഗ്രമായ മാർഗദർശനം, പരിവർത്തനം, അത് സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നുണ്ടോ? ഒരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെ മുഴുവൻ പരിവർത്തിപ്പിക്കുന്നുണ്ടോ? ആ സമൂഹത്തെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർത്തുന്നുണ്ടോ? 3, ഈ സ്വാധീന മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന്, മെറ്റാഫിസിക്സ് ആൻഡ് വേൾഡ് വ്യൂ, ലോകദർശനം. ഇതിലാണ് ദൈവം എന്താണ്, ദൈവം ആരാണ്, ദൈവത്തിന്റെ മറ്റ് സ്വഭാവങ്ങൾ, അതിൽ മനുഷ്യൻ ആരാണ്, മനുഷ്യന്റെ സ്വഭാവം, മനുഷ്യന്റെ പ്രത്യേകത, അതുപോലെ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം, ഇത് എന്താണ്? 2, ആ വിഷയത്തിലുള്ള പ്രവാചക അധ്യാപകനാണ്. ഒരു വ്യക്തി പ്രവാചകനാണ് എന്നതിനുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വിശേഷണങ്ങൾ. 2, ആചാരങ്ങൾ, നമസ്കാരം, ഹജ്ജ്, സക്കാത്ത് അല്ല ആരാധന കർമ്മങ്ങളിലെ ഈ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. 3, ധർമ്മം, നൈതികത, എന്താണ് ശരി, എന്താണ് തെറ്റ്, അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? കുടുംബജീവിതം, കുടുംബത്തിന്റെ ഘടന, കുടുംബം എങ്ങനെ പരിപാലിക്കണം, മക്കളെ പരിപാലിക്കൽ, മക്കളെ വളർത്തൽ, സന്താന പരിപാലനം, ഭാര്യമാരോട് എങ്ങനെ, പിന്നെ അയൽക്കാരോട് എങ്ങനെ, മറ്റു കുടുംബക്കാരോട് എങ്ങനെ, കുടുംബത്തിലെ മറ്റു പാവങ്ങളോട്, ദരിദ്രരോട് എങ്ങനെ, അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലുള്ള സമ്പൂർണമായ സമഗ്രമായ മാർഗനിർദ്ദേശം. മുന്നേ നിയമം, ശരീഅത്ത് നിയമങ്ങൾ, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, സിവിൽ കുറ്റങ്ങൾക്ക് എന്താണ്, ക്രിമിനൽ കുറ്റങ്ങൾ, സിവിൽ ഡിസ്പ്യൂട്ട്സ് എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള പരിഹാര മാർഗങ്ങൾ, അതിൽ കരാർ ലംഘിച്ചാൽ എന്ത് ചെയ്യണം, കരാർ പാലനത്തിനുള്ള മാർഗങ്ങൾ, കരാർ തെറ്റിച്ചാൽ എന്തുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെ തുടങ്ങിയ വിശദീകരണങ്ങൾ. പിന്നെ ഭരണം, ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ ഭരണത്തിൽ മാത്രമല്ല, ലീഡർഷിപ്പ്, ചിലപ്പോൾ പ്രത്യേക നേതൃത്വം, ചില പ്രത്യേക മേഖലകളിൽ നേതൃത്വമാകാം, ചില കുറച്ചുപേരുടെ നേതാവായിരിക്കാം. അപ്പോൾ നേതാവായാൽ എന്ത് ചെയ്യണം, ആ കൂടെയുള്ള ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, അവരോടുള്ള പ്രവൃത്തി, അങ്ങനെ തുടങ്ങിയ രാഷ്ട്രീയ ഭരണ അധികാര നേതൃത്വ മേഖലകളിൽ ഉള്ള നിർദ്ദേശങ്ങൾ. സമ്പദ് വ്യവസ്ഥ, വ്യാപാരം, സമ്പദ്ഘടനയിൽ സമ്പദ് വ്യവസ്ഥ, സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മേഖലയിൽ എങ്ങനെ ചെയ്യണം, സക്കാത്ത് കൊടുക്കുന്ന സമ്പത്തിന്റെ എത്ര ശതമാനം സക്കാത്ത് കൊടുക്കുന്ന വിഷയം, സ്വത്തിന്റെ ഇടപാട്, കടം കൊടുക്കുന്ന വിഷയം, കടം വാങ്ങിക്കുന്ന വിഷയം, കടം രേഖപ്പെടുത്തുന്ന വിഷയം തുടങ്ങി സ്വത്ത് ഇടപാടിന്റെ വിവിധങ്ങളായ തത്വങ്ങൾ, അനന്തരാവകാശ നിയമങ്ങൾ, പറഞ്ഞ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അനന്തരവാഹം കൊടുക്കുമ്പോൾ അതിന്റെ അവകാശങ്ങൾ, അതിന്റെ കണക്കുകൾ, അതിൽ ഓരോ സൂക്ഷ്മമായി ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? സംസ്കാരം, സ്വത്വം, ആ ഒരു സംസ്കാരം, ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള അതിന്റെ ആചാരം, അതിന്റെ ഭാഷ, അതിന്റെ ചരിത്രത്തിലെ അതിന്റെ ഓർമ്മകൾ. പിന്നെ വിദ്യാഭ്യാസം, അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം, ജ്ഞാനത്തിന്റെ വിദ്യ പ്രചരിപ്പിക്കുന്നതിന്റെ ജ്ഞാന പ്രസരണ രീതി,
അഭ്യസിക്കുന്നതിന്റെ, വിദ്യാഭ്യാസം നേടുന്നതിന്റെ പ്രാധാന്യം, അറിവ് നേടുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പ്രാധാന്യം, ഇത്രയും മേഖലകൾ ഇതിലാണ് ഒരു നാഗരികത, ഒരു സിവിലൈസേഷണൽ ഇൻഫ്ലുവൻസ്, ഒരു നാഗരികത പരിവർത്തിപ്പിച്ചെടുക്കുന്നതിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടൽ. അടുത്തത് ഇനി സൂക്ഷ്മതലം. നമ്മളിത് ഇത്രയും സൂപ്പർഫിഷ്യലി പറയണം. സൂക്ഷ്മതലം, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ വിശദാംശങ്ങളെ, എത്രത്തോളം അവൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന കിടപ്പറ മുതൽ അവിടെ പാലിക്കേണ്ട മര്യാദകൾ തുടങ്ങി അവന്റെ ജീവിതത്തിന്റെ സകല മേഖലകളെ സ്പർശിക്കുന്ന വേഷവിധാനം, അവൻ വസ്ത്രം ധരിക്കുമ്പോൾ അണിയേണ്ട രീതി, അതിലെ പ്രാർത്ഥനകൾ, അതിന് പാലിക്കേണ്ട മര്യാദകൾ, വസ്ത്രത്തിൽ പാലിക്കേണ്ട ലാളിത്യം തുടങ്ങി അതിലെ ഗൈഡൻസ്, ഭക്ഷണക്രമം, ഭക്ഷണം കഴിക്കേണ്ട രീതി, ഭക്ഷണത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, അടുത്ത് കൊച്ചു കുട്ടികളുണ്ട് അവരോട് പാലിക്കേണ്ട മര്യാദ, മുതിർന്നവരാണ് അവരോട് പാലിക്കേണ്ട മര്യാദകൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ അവൻ വയർ നിറച്ച് ഉണ്ണാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങി ഭക്ഷണത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, അതിനെ പങ്കുവെക്കൽ, അതിനെ തെറ്റായ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി ആരാധനാ കർമ്മങ്ങൾ, നമസ്കാരത്തിലെ സൂക്ഷ്മ നടപടിക്രമങ്ങൾ, നമസ്കാരം, ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, നിസ്കാരത്തിന്റെ വ്യക്തമായ സമയങ്ങൾ, ആ പാലിക്കേണ്ട മര്യാദകൾ തുടങ്ങി സകല വിഷയങ്ങളും, സാമൂഹ്യ മര്യാദ, അഭിവാദം, സമൂഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് സമാധാനം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, കാണുന്നവരോടും അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ കാണുന്നവരും നിങ്ങൾ അറിയുന്നവരും അറിയാത്തവരും സലാം വർദ്ധിപ്പിക്കുക. അതുപോലെ ഈ പറഞ്ഞ അയൽക്കൂട്ട മര്യാദകൾ, ശുചിത്വം, ശരീരശുദ്ധി, ഈ പറഞ്ഞ നമ്മൾ ശുദ്ധീകരിക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ പാലിക്കേണ്ട മര്യാദകൾ, അവിടെ സ്വീകരിക്കേണ്ട മറയുടെ കാര്യങ്ങൾ, നഗ്നതയുടെ പ്രദർശനം ഒഴിവാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യം, കുടുംബത്തിന്റെ ഇടപെടൽ, ദമ്പതി ബന്ധം, കുടുംബത്തിൽ ഭാര്യയുമായുള്ള ബന്ധം, മാതാപിതാക്കളുടെ ബന്ധം, സന്താന പരിപാലനം, സന്താനത്തെ വളർത്തിക്കൊണ്ടുവരൽ എന്ന് തുടങ്ങി ജീവിതത്തിന്റെ സകല മേഖലകളും നമ്മൾ എത്ര 12ഓ 15ഓ മേഖലകൾ സൂക്ഷ്മതലത്തിലും പൊതുവായ തലത്തിലും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഈ സിവിലൈസേഷൻ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമ്മൾ ഓരോ വ്യക്തികളെ, ആരെ എടുത്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു, യേശുവിനെ എടുത്തു, ബുദ്ധനെ എടുത്തു, കൺഫ്യൂഷ്യസിനെ എടുത്തു, അലക്സാണ്ടറിനെ എടുത്തു, അഗസ്റ്റസിനെ എടുത്തു, കിൻഷി ഹാങ് എന്ന് പറയുന്ന ഒരു ചരിത്രത്തിൽ പുരുഷനെ എടുത്തു. ഇവർക്കെല്ലാം നമ്മൾ സ്കോർ കൊടുത്തു. നമ്മൾ സ്കോർ കൊടുത്ത് നോക്കുമ്പോൾ നിഷ്പക്ഷമതിയായ ഒരാൾക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും റസൂലുള്ളാഹി, ഇതാണ് ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്സസ് ചെയ്ത പല അക്കാഡമിക്സും കൊടുത്ത സ്കോർ. മാക്സിമം 10/10 മേഖലകളിൽ സമ്പൂർണ്ണ സ്വാധീനം, സമ്പൂർണമായ എന്താ പറയാ, ആ മേഖലയിലുള്ള കീഴടക്കം, എല്ലാ മേഖലയിലും സ്പർശിച്ചു പോകാത്ത ഇനിയൊരു മേഖലയില്ല. സൂക്ഷ്മമായോ സ്ഥൂലമായോ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പർശിച്ചു പോകാത്ത ഒരു മേഖലയുമില്ല. ഗൈഡൻസ് 10ൽ 10. നിങ്ങൾ തൊട്ടടുത്ത വ്യക്തി യേശുവിനെ കുറിച്ച് നോക്കിക്കേ. ഇവർക്ക് വിവാഹത്തിൽ യേശുവിനെ കുറിച്ച് മാർഗമുണ്ടോ? യേശു വിവാഹം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല. സന്താന പരിപാലനത്തെ യേശുവിൽ നിന്ന് മാർഗനിർദ്ദേശമില്ല. വിവാഹമായി കുടുംബജീവിതം നയിക്കാൻ യേശുവിൽ നിന്ന് മാർഗനിർദ്ദേശമില്ല. നിങ്ങൾ നോക്കൂ, അതിനെ തൊട്ടടുത്ത് കൊടുക്കുന്ന യേശുവിനെയാണ്. യേശുവിനേക്കാൾ 5 ഇരട്ടി, ഓരോ 5 അല്ല 100 ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം സൂക്ഷ്മവും സ്ഥൂലവുമായ കാര്യങ്ങൾ ഓരോന്നോരോന്ന് എടുത്ത് നോക്കിയോ. കുടുംബം തന്നെ, ഇവരെ യേശുവിനെ ഫോളോ ചെയ്യുന്ന ക്രൈസ്തവരുണ്ടല്ലോ, അവരുടെ എല്ലാം നോക്കിക്കോളൂ. യേശുവിനെ ഫോളോ ചെയ്യുന്നവർ, അവർ വിവാഹം കഴിച്ചിട്ടില്ല, യേശു വിവാഹം കഴിച്ചിട്ടില്ല, യേശുവിന് സന്താനമില്ല. പക്ഷെ ഇവർ വിവാഹം കഴിക്കുന്നുണ്ട്. സന്താന പരിപാലനത്തെ യേശുവിന്റെ മാർഗനിർദ്ദേശം എന്താണ്? കുട്ടികളെ ചെറുപ്രായം മുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? അവരെ വളർന്നു വരുമ്പോൾ അവരെ സ്വതന്ത്രരാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തുടങ്ങി വളരെ സൂക്ഷ്മതലത്തിൽ ഭക്ഷണത്തിന്റെ മര്യാദ, മദ്യപാനത്തിന് എന്താണ് മാർഗനിർദ്ദേശം? ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതിൽ എന്താണ് യേശുവിന്റെ നിർദ്ദേശം? മദ്യപാനം സ്വർഗത്തിൽ പോകില്ല എന്ന് യേശു തന്നെ പഠിപ്പിക്കുന്നതിന് ഇവർ പറയും. പക്ഷെ അവർ തന്നെ യേശു കാനായിലെ കല്യാണത്തിൽ മദ്യം വീഞ്ഞാക്കിയെന്ന്, വെള്ളം വീഞ്ഞാക്കിയെന്ന് അവരും പറയും. വെഞ്ഞു കുടിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയും. അപ്പൊ അത് ഒരു കാര്യം പറയുക മാത്രമല്ല, അത് സമ്പൂർണമായ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തരിക എന്നുള്ള ആ ഒരു ക്ലാരിറ്റി, ഒരു വിഷയത്തിലെ വ്യക്തത. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10ൽ 10 അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ആ ഏറ്റവും അടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ 5.41 എന്ന കാൽക്കുലേഷൻ, അതിന്റെ മടങ്ങ് തൊട്ടടുത്ത 2.98 ആണ് യേശുവിന് കൊടുത്തിരുന്നത്. 10 ആണ് റസൂലുള്ളാഹി, 10/10 ആണ്. 5.41 ടൈംസ് ആണ് അത് കൂടുതൽ. ഇനി നാഗരികതയുടെ സ്വാധീനം, അതിന്റെ ഇതെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ, അതിന് പ്രയർ ഔട്ട്സ് എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ കാൽക്കുലേഷൻ 53%.
ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത നാഗരികയുടെ സ്വാധീനം, അതിന്റെ ടോട്ടൽ എല്ലാം കൂടി നോക്കുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ആ സ്കോർ നിങ്ങൾക്ക് സ്കോർ ബോർഡ് നിങ്ങൾക്ക് കാണാം. ആ ഓരോ ഹൈപ്പോത്തസിസിനും ഇയും എച്ചിനും എല്ലാം സ്കോർ കൊടുത്ത് നമ്മൾ ഫലം അതിന്റെ കാൽക്കുലേഷൻ എത്തുമ്പോൾ 85.7% ആണ് നമ്മൾ എത്തിച്ചേരുന്ന കാൽക്കുലേഷൻ. ഏതിനാണ്? നാഗരികതയുടെ സ്വാധീനം. ഇനി അടുത്തത് ഗ്രന്ഥ സംരക്ഷണം, ടെക്സ്റ്റൽ പ്രിസർവേഷൻ. ഒരു ദൈവിക മാർഗനിർദ്ദേശം അതിന്റെ കാലദേശഭേദമില്ലാതെ നിലനിൽക്കണം. ഇത് അഥവാ ഗ്രന്ഥ സംരക്ഷണം, ആശയ ആഖ്യാന വിശ്വസത, ശബ്ദത്തിന്റെ വിശ്വസത എന്നിവ എല്ലാം ഉൾക്കൊള്ളുന്നു. അങ്ങനെയാണ് അവതരിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ എന്നും എങ്ങനെയാണോ പ്രവാചകൻ സ്വല്ലല്ലാഹു അദ്ദേഹം നിസ്കാരത്തിൽ ഓതിയത് അതുപോലെ തന്നെയാണ്. സ്വഹാബത്തിന് എങ്ങനെയാണ് പഠിപ്പിച്ചത് അതുപോലെ തന്നെയാണ്. എന്നാൽ എതിർപക്ഷത്തിന്റെ ക്രൈസ്തവരുടെ ഇന്നലെ ഇവിടെ വന്ന ഒരു വ്യക്തി പറഞ്ഞത് എന്താണ്? ക്രിസ്തു പറഞ്ഞ വെർബാറ്റിം ഞങ്ങളുടെ കയ്യിലില്ല എന്നാണ്. ഇവരുടെ പുസ്തകത്തിൽ ഇവരുടെ മോസ്റ്റ് വാല്യുബിൾ ടോക്കൺ എന്താണ്? ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണല്ലോ. അതൊരു വെർബാറ്റിമാണ്. ആ വെർബാറ്റിം ഇവർക്ക് ഇങ്ങനെ കിട്ടി. യേശു പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കുക, ശത്രുക്കൾ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ വെർബാറ്റിം. ആ വെർബാറ്റിം ഇവർക്ക് ഇങ്ങനെ കിട്ടി. ഇന്നലെ പറഞ്ഞത് യേശു പറഞ്ഞ വെർബാറ്റിം വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ ലെറ്റർ ഞങ്ങൾക്കുണ്ട് എന്നുള്ള വാദം ഞങ്ങൾക്കില്ല എന്നാണ്. അങ്ങനെ പറയുന്നവർ അവർ ഈ ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഈ വെർബാറ്റിം എങ്ങനെ കിട്ടിയെന്ന് അവർ പറയാ? എങ്ങനെ പറയും? അപ്പോ വെർബാറ്റിം കിട്ടി എന്നുള്ള വാദമില്ലാത്തവർ ഇനി മേലിൽ ക്രിസ്തുവിന്റെ വചനമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് വരരുത്. കാരണം ക്രിസ്തുവിന്റെ വചനങ്ങൾ വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ ലെറ്റർ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന വാദം അവർക്കില്ല. അവർക്കുള്ളത് ആരോ എഴുതി, മറ്റാരോ എഴുതി, പല തലമുറകളായി എഴുതി, പലരാൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അത് ക്രിസ്തു പറഞ്ഞ വെർബാറ്റിമാണ് എന്ന് ഇവർക്ക് യാതൊരു ഉറപ്പുമില്ല എന്ന് ഇന്നലെ വ്യക്തമായി പറഞ്ഞ ഓഡിയോ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. വെർബാറ്റിം ഇല്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ വെർബാറ്റിമാണ്. കൃത്യമായി റസൂലുള്ളാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അത് സമ്പൂർണമായി പഠിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ, എങ്ങനെയാണോ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത്, വായിക്കുവാൻ പഠിപ്പിച്ചു കൊടുത്തത്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഇവർക്ക് ആ വാദമില്ല. ഇപ്പോൾ നമ്മൾ ക്രൈസ്തവരോട് സംസാരിക്കാൻ എന്തുകൊണ്ടാണ്? തൃത്വം, അവരുടെ കയ്യിൽ തൃത്വം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ തൃത്വമുള്ളത് നമ്മൾ ഏകദൈവ വിശ്വാസം വെച്ചുകൊണ്ട് അവരെ തൃത്വത്തെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ പറയാം നമുക്ക് ഏകദൈവ വിശ്വാസമുണ്ട്, അവർ തൃത്വം എന്ന ബഹുദൈവ വിശ്വാസം. സെബാസ്റ്റ്യൻ മുന്നക്കലിന്റെ വാദത്തിൽ തൃത്വം എന്നത് ബഹുദൈവ വിശ്വാസമാണ്. ആ ബഹുദൈവ വിശ്വാസത്തെ സെബാസ്റ്റ്യൻ മുന്നക്കൽ പോലും പ്രഖ്യാപിച്ച തൃത്വം എന്ന ബഹുദൈവ വിശ്വാസത്തെ നമ്മൾ എതിർക്കുകയാണ്. പക്ഷെ ഇവർക്ക് പോലും എന്തില്ല? ക്രിസ്തു പറഞ്ഞ വചനം ഞങ്ങളുടെ കയ്യിലുള്ള വാദം അവർക്കില്ല. ക്രിസ്തു പറഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ വാദം അത് യേശു പറഞ്ഞ വെർബാറ്റിമാണെന്ന വാദം അവർക്കില്ല. എന്നിട്ട് അവർ നമ്മളെ നോക്കി ആരോപിക്കണം എന്തിനാണ്? സാന്ദർഭിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്താണ് ഖുർആന്റെ ഗ്രന്ഥ സംരക്ഷണം? അത് എക്സെപ്ഷണൽ ആണ്. എന്തുകൊണ്ടാണ്? ഇസ്ലാമിന്റെ 1ാം തലമുറയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അത് സമ്പൂർണമായി എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? സ്വഹാബത്തിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ അത് മുസ്ഹഫാക്കപ്പെട്ടിട്ടുണ്ട്. ഗണ്യമായ തോതിൽ സംരക്ഷിക്കപ്പെട്ടു. വളരെ നേരത്തെയുള്ള ഏകരൂപീകരണം, ബൃഹത്തായ കൈയെഴുത്ത് തെളിവ്, നമുക്ക് അതിന്റെ കാർബൺ ഡേറ്റിംഗ് അടക്കം അതിന്റെ നടത്തിയ പല യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനങ്ങൾ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. അതിലോട്ട് പോകുന്നില്ല. സാന്ദർഭികം പറഞ്ഞു എന്ന് മാത്രം. വാചികമായ പ്രസരണം, നമ്മൾ ഓറൽ ട്രാൻസ്മിഷൻ, ഓറൽ ട്രഡീഷൻ, ഇവ ആ ഗ്രന്ഥത്തിന്റെ സ്ഥിരതയെ ഉറപ്പിക്കുന്നു. ഗ്രന്ഥ സംരക്ഷണം അതിന്റെ വാല്യൂസ് ഇട്ടു. അതിന്റെ ഫലം നമ്മൾ 87% കൊടുക്കുകയാണ്. ഇനി സാഹിത്യ മഹിമയിലേക്ക് പോകുന്നതിന് മുമ്പ് സാന്ദർഭികമായ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നൊരു വിഷയം അവതരിപ്പിച്ച, ഇന്നലെ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ വചനം എന്താണ്? വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ ലെറ്റർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ഇന്ന് പറഞ്ഞത് നമ്മൾ ഇത്രയും നാൾ ഖുർആനെ കുറിച്ച് പറഞ്ഞു, ഇന്ന് നമുക്ക് യേശുവിനെ കുറിച്ച് പറയാം. അതിന്റെ എക്സാമ്പിൾ എന്താണ്? ഇത്രയും നാൾ നമ്മൾ ഒരു ഗ്രാൻഡ് 65 ഇഞ്ച് തിയേറ്റർ അല്ലെങ്കിൽ 70 ഇഞ്ച് തിയേറ്ററിൽ എന്ത് കണ്ടു? നമ്മൾ നല്ലൊരു ആക്ഷൻ
ഫിലിം കണ്ടു. അപ്പൊ ഫിലിം കാണുമ്പോൾ അതിനിടയ്ക്ക് ബ്രേക്ക് ടൈമിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകും. ഇത് ഇവിടെ പറഞ്ഞതാണ്, ഓഡിയോ പറഞ്ഞ, ഞാൻ എൻ്റെ വാചകമല്ല, വിഷയമെടുത്ത ഇവിടുത്തെ പാസ്റ്ററുടെ വാചകമാണ്, എൻ്റെ വാചകമായിട്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആ 65 ഇഞ്ചിൽ മാസ്റ്റർ ആക്ഷൻ ഒരു HD ത്രില്ലർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ബ്രേക്ക് ടൈമിൽ ടോയ്ലറ്റിൽ പോകുന്നത് പോലെ നമുക്ക് ഇത്രയും നാൾ ഖുർആനെ കുറിച്ച് അതിന്റെ മാസ്റ്റർ HD വേർഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത് പോലെ യേശുവിനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും സംസാരിക്കാം. ഇത് എൻ്റെ വാചകമല്ല, തെറ്റിദ്ധരിക്കരുത്. യൂട്യൂബിലോ ക്ലബ് ഹൗസിലോ എന്നെ കേൾക്കുന്നവർ ഇത് കൃത്യമായിക്കൊണ്ട്, ഇവിടെ ക്രിസ്ത്യൻ ലോകത്തുള്ള ക്ലബ് ഹൗസിലെ പാസ്റ്റർ പറഞ്ഞതാണ്. 65 ഇഞ്ച് TV അല്ലെങ്കിൽ വലിയ തിയേറ്റർ, ഹോം തിയേറ്ററിൽ നമ്മൾ തിയേറ്ററിൽ മൂവി കണ്ടോ HD വേർഷൻ ഹൈ ത്രില്ലർ മൂവി കണ്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്താണ് ഖുർആന്റെ വിഷയം ഇത്രയും നാൾ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിൽ പോകേണ്ട ബ്രേക്ക് ടൈമിൽ ടോയ്ലറ്റിൽ പോകുന്നത് പോലെ നമുക്ക് യേശുവിന്റെ വിഷയം പറയാം. ഇതാണ് ക്രൈസ്തവർ, ക്ലബ് ഹൗസിലെ ക്രൈസ്തവർ അവരുടെ ബൈബിൾ വിഷയങ്ങൾ അവർ കണക്കാക്കുന്നത് ടോയ്ലറ്റിൽ പോകുന്നത് പോലെ. അവർ എൻ്റെ വാചകമല്ല, അത് എൻ്റെ വാചകമല്ല. ആരെങ്കിലും എതിർത്താൽ ആ ഓഡിയോ കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അത്ര ലാഘവത്തോടു കൂടിയാണ് ക്രൈസ്തവർ ഈ വിഷയത്തെ, ബൈബിൾ വിഷയത്തെയും യേശു ക്രിസ്തുവിന്റെ വിഷയത്തെയും അവർ കാണുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞത് ക്രിസ്തു യേശു പറഞ്ഞ വചനം നമ്മുടെ കയ്യിലില്ല. എന്തില്ല? ക്രിസ്തു യേശു പറഞ്ഞ വചനം വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ ലെറ്റർ, വെർബാറ്റിം ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞത്. അത് ഇനിമേലിൽ അവരുടെ വെപ്പൺ ആയിട്ടുള്ള ശത്രുക്കളെ സ്നേഹിക്കുക, ഈ പറഞ്ഞ ഈ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ വെർബാറ്റിം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് യേശു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരരുത്. കാരണം ക്രിസ്തു പറഞ്ഞു എന്നതിന് അവർക്ക് യാതൊരു ഉറപ്പുമില്ല എന്നാണ് ഇന്നലെ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ നമ്മളോട് ലൈവിൽ പറഞ്ഞത്. അതിന്റെ ഓഡിയോ നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് പറഞ്ഞ ഉദാഹരണം ഹൈ ത്രില്ലർ സിനിമ കണ്ടിട്ട് ടോയ്ലറ്റിൽ പോകുന്നത് പോലെ നമുക്ക് യേശുവിന്റെ വിഷയവും ബൈബിളിന്റെ വിഷയവും പറയാം എന്ന് പറഞ്ഞതും നമ്മുടെ കയ്യിൽ ഓഡിയോ ഉണ്ട്. നിഷേധിച്ചാൽ അത് കേൾപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രത്തോളം ലാഘവത്തോടെ അവരെ കാണും. നമ്മളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ യുക്തിപരമായി കൊണ്ട് ലോജിക്കലി, അബ്ഡക്റ്റീവ് റീസണിങ്, ബയേഷ്യൻ ലോജിക്കിന്റെ നിയമങ്ങൾ, അതിന്റെ ഗണിതശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ സാഹിത്യ മഹിമ, അപാരമായ ആ നാഗരികതയുടെ സ്വാധീനം, അസാധാരണ വ്യാകരണ ഭാഷാമഹിമ, അതുപോലെ സ്വതന്ത്ര ശൈലി, ആ ഒരു വേദഗ്രന്ഥത്തിന്റെ ശൈലി, ശക്തമായ ഘടനാഐക്യം, ഈ മാനദണ്ഡങ്ങൾ ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു അദ്വിതീയ സ്ഥാനം, അതിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം, മോസ്റ്റ് ഹൈലി എക്സെപ്ഷണൽ ആ ഒരു സ്റ്റേറ്റിലാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്. അതിനെ 93% ആണ് നമ്മൾ കാൽക്കുലേഷൻ, ബയേഷ്യൻ റീസണിങ്ങിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ സ്കോർസ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഭൗതിക ഇന്റലക്ച്വൽ ഡെപ്ത്, അതും എക്സെപ്ഷണലാണ്. എന്തുകൊണ്ടാണ്? വ്യാപകമായ ഭൗതിക അടിത്തറ, അതിന് എതിർവീക്ഷണമായ ഇടപെടൽ. ഇപ്പോൾ അന്ന് ജീവിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടപഴകിയ അന്നത്തെ യഹൂദരും അന്നത്തെ ക്രൈസ്തവരും, അവർ മദീന പള്ളിയിൽ വന്ന് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സംവാദങ്ങൾ, ചർച്ചകൾ, അന്നുള്ള മറ്റ് ഇതര മതസമൂഹങ്ങൾ, സമവാക്യങ്ങളുള്ള ചർച്ചകൾ, അതെല്ലാം നമ്മൾ കണ്ടു ചരിത്രത്തിൽ. ഇതെല്ലാം ഒരു ഉയർന്ന ചരിത്ര ദൃശ്യതയ്ക്കിടയിലും ഗ്രന്ഥത്തിന്റെ ഉത്ഭവ പ്രക്രിയ ചർച്ചാ വിഷയമായി തുടരുന്നു. നിങ്ങൾ ആലോചിക്കുക, ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു ബൈസാന്ത്യക്കാർ തീരുമാനിച്ച, അവരുടെ കീഴിൽ തീരുമാനിച്ച ഒരു സന്ദർഭം, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് അവർ കൗൺസിൽ കൂടി തീരുമാനിച്ചൊരു വിഷയം ഒരു കൂട്ടം ക്രൈസ്തവർക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുകയും അവരെ മൃഗീയമായി പീഡിപ്പിക്കുകയും ജയിലിൽ അടയ്ക്കുകയും അവരെ നാട് കടത്തുകയും ചെയ്ത ഒരു സമൂഹം, അത്രത്തോളം ആ പരസ്പരം പഴിചാരിക്കൊണ്ട് ജീവിച്ചിരുന്ന, പരസ്പരം അക്രമങ്ങൾ നടത്തിക്കൊണ്ട് സമൂഹത്തിനിടയ്ക്കാണ് ഇസ്ലാം കടന്നു ചെല്ലുന്നത്. അതിൽ ഈ പറഞ്ഞ പീഡിപ്പിക്കപ്പെട്ട സമൂഹത്തിന് സംരക്ഷണം നൽകുന്നു. അവർ അത് പ്രകീർത്തിച്ചുകൊണ്ട് അവർ ലേഖനം എഴുതുന്നു, അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ആ ചരിത്രത്തിലെ നേതാവിനെ രക്ഷകൻ, സേവിയർ എന്ന് ഉമർ റളിയല്ലാഹുവിനെ വിളിക്കുന്നു. സേവിയർ, രക്ഷകൻ. ക്രിസ്തുവിനെ വിളിക്കുന്ന സേവിയർ എന്ന് ഉമർ റളിയല്ലാഹുവിനെ വിളിക്കുന്നു. ചരിത്രത്തിൽ ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചതാണ്. അതെന്തുകൊണ്ടാണ്? ഈ കാര്യത്തെ, ചരിത്രത്തിലെ സമൂഹങ്ങളോട് ഇടപഴകുവാൻ, അവരെ ഭൗതികമായി സംസാരിക്കുവാനും സംവദിക്കുവാനും, അവരോട് ഇടപഴകുവാനും, അവരുടെ സമ്പൂർണ്ണ സംരക്ഷണം ഏറ്റെടുക്കുവാനും പഠിപ്പിച്ച മഹനീയ ഗ്രന്ഥം, ആ പ്രവാചക മാതൃക. അതിനും നമ്മൾ ഭൗതികമായ അടിത്തറ, ആ ആഴം എന്ന അർത്ഥത്തിൽ അതിന്റെ ഫലം 95.4% ആണ്. ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ അതിന്റെ ഒരു വശം പറഞ്ഞു.
ഇനി ഇതിന്റെ എതിർവാദങ്ങൾ വരും. ഏകപക്ഷീയമായി പറഞ്ഞു പോലെ ഇത് എതിർവാദങ്ങൾ വരാം. എതിർവാദം 1, നമ്മൾ എന്ത് ചെറിയ പിക്ക് ചെയ്തിട്ടാണ് തെളിവുകൾ അവതരിപ്പിച്ചത്. നമുക്ക് സൗകര്യമുള്ള തെളിവുകൾ മാത്രം. എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുകൂലമായ തെളിവ് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുകയും മറ്റുള്ള സാധ്യതാ മാനദണ്ഡങ്ങൾ അവഗണിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണം വരാം. എന്താണ് അതിന് മറുപടി? ഒരു പ്രവാചകന്റെ ദൗത്യം മനുഷ്യർക്ക് മാർഗദർശനമാണ് എന്ന് നമ്മൾ ഓൾറെഡി അഗ്രി ചെയ്തതാണ്. എന്ത്? ദൈവമുണ്ട് എന്നും ചരിത്രത്തിൽ ഇടപഴകുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഒരു മാർഗനിർദ്ദേശം ഒരു പ്രവാചകനിലൂടെ ആവശ്യമാണ് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? നാഗരികതയുടെ സ്വാധീനം, അത് ദീർഘകാലം നിലനിൽക്കുക, അതിന്റെ ഗ്രന്ഥ സംരക്ഷണം, ഗ്രന്ഥത്തിന്റെ ഗുണനിലവാരം എന്ന് തുടങ്ങിയ സ്വാഭാവികമായി ഉടലെടുക്കുന്ന പ്രതീക്ഷകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇവ അഡ്ഹോക്ക് ആയിക്കൊണ്ട് കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന സാധ്യതകളോ മാനദണ്ഡങ്ങളോ അല്ല. ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ്? ഇത് ചെറിയ പിക്ക് ചെയ്തതല്ല, നേരത്തെ തീരുമാനിക്കപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്. ദൈവമുണ്ട് എന്നും ദൈവം ചരിത്രത്തിൽ ഇടപെടാൻ കഴിയുന്നവനാണ് എന്നും അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് മാർഗനിർദ്ദേശമായിക്കൊണ്ട് ദൈവം പ്രവാചകനെ അയക്കുമെന്നും അംഗീകരിച്ചത് കൊണ്ട് തന്നെ ആ പറഞ്ഞ പ്രവാചകൻ വന്നാൽ, അങ്ങനെ ഒരു പ്രവാചകൻ ചരിത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകൻ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതീക്ഷകളാണ് എന്ത്? ഈ പറഞ്ഞ നാഗരികതയുടെ സ്വാധീനം, ദീർഘകാലം സംരക്ഷണം, ഗ്രന്ഥ സംരക്ഷണം, ഗ്രന്ഥന ഗുണനിലവാരം തുടങ്ങിയ വിഷയങ്ങൾ. അത് സ്വാഭാവികമായി ഉടലെടുക്കുന്ന പ്രതീക്ഷകളാണ്. ഇതാണ് ആദ്യത്തെ വാദത്തിനുള്ള മറുപടി. രണ്ടാമത്തത്, മറ്റു പ്രതീക്ഷകൾ നിറവേറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റു പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം മനുഷ്യനെ നയിക്കുന്നെങ്കിൽ എല്ലാ മനുഷ്യരുമായിട്ടും ദൈവം സംസാരിക്കണം, ആശയവിനിമയം നടത്തണം, അല്ലെങ്കിൽ ഈ എല്ലാ കാലത്തും ഓരോ അത്ഭുത പ്രവൃത്തികൾ കാണപ്പെടണം, പിന്നെ ഭിന്നതകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയം റസൂലുള്ളാഹി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അതിന് മറുപടി എന്താണ്? നമ്മൾ ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞു. എന്താണ്? ദൈവമുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. ദൈവം ചരിത്രത്തിൽ ഇടപെടാൻ കഴിയുന്നതിന് അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവം പ്രവാചകനെ അയക്കുമെന്ന്, ഒരു ചരിത്രത്തിൽ പ്രവാചകനെ നിയോഗിക്കുമെന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒട്ടാകെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നത് കൊണ്ട് തന്നെ ഇതൊന്നും നിഷേധിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇല്ലാത്തൊരു കാര്യം, ആ കാര്യം ഇല്ലാതെ തന്നെ ആദ്യത്തെ ആത്മവിശ്വാസം കുറഞ്ഞ് ഇപ്പോൾ ഉയർന്ന നിലവാരം ആത്മവിശ്വാസം കുറയ്ക്കേണ്ടതില്ല. ഒരു ഉദാഹരണം പറയാം. എന്താണ്? ഒരു കുറ്റകൃത്യ സമയത്ത് നമുക്ക് എന്തുകൊണ്ട് സ്ഥലത്തിൽ കുറ്റകൃത്യത്തിൽ ചെയ്ത കുറ്റവാളിയുടെ DNA സാമ്പിൾ ഉണ്ട്, വിരലടയാളമുണ്ട്, CCTV ദൃശ്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയണം. പക്ഷേ അവിടെ എന്തില്ല? അദ്ദേഹത്തിന് ഫുട് പ്രിന്റ് ഇല്ല, ഷൂവിന്റെ അടയാളമില്ല. ഷൂവിന്റെ അടയാളം ഇല്ലാത്തത് കൊണ്ട് കാരണം CCTV ദൃശ്യമുണ്ട്, കുറ്റവാളി കുറ്റം ചെയ്ത CCTV ദൃശ്യമുണ്ട്, വിരലടയാളമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? DNA സാമ്പിളുമുണ്ട്. എന്നതുകൊണ്ട് മറ്റതില്ല എന്നതുകൊണ്ട് മറ്റ് കുറ്റകൃത്യം ചെയ്ത വ്യക്തിയുടെ സാധ്യത കുറയുന്നില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ചരിത്രത്തിൽ ഒരു പ്രവാചകൻ വന്നു എന്നും ആ പ്രവാചകൻ മാർഗനിർദ്ദേശം നൽകി എന്നതും ആ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടു എന്നുള്ളതും ആ പ്രവാചകന്റെ മാർഗദർശനം കാലാവധിയെ തുടർന്നു എന്നുള്ളതും ഗ്രന്ഥത്തിന്റെ സംരക്ഷണം, നാഗരികതയുടെ ഇൻഫ്ലുവൻസ് തുടങ്ങിയ എല്ലാ മേഖലകളും സ്പർശിക്കുന്ന അക്കാഡമിക്സ് അടക്കം അംഗീകരിക്കുന്ന വ്യവസ്ഥകൾ നമ്മുടെ മുന്നിലിരിക്കെ ഭിന്നതകളോ ഈ പറഞ്ഞ എല്ലാ മനുഷ്യരോട് സംസാരിച്ചില്ല എന്നുള്ള വിഷയമോ ഇതൊന്നും ഇതിനെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ആരോപണങ്ങൾ എന്ത്? അദ്ദേഹം യുദ്ധം നടത്തിയിരുന്നു, അദ്ദേഹത്തിന്റെ അടിമകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഭാര്യമാരുണ്ടായിരുന്നു, ഭാര്യമാരുണ്ടായിരുന്നു. ഇതെല്ലാം പ്രവാചകത്തിനെതിരായ തെളിവാണ്. ഇവിടെയും അതാണ്. ഈ പറഞ്ഞ വിഷയം എന്താണ്? ഇതൊരു സർക്കുലർ റീസണിങ് പോലെയാണ്. നമ്മൾ ഓൾറെഡി എന്ത് എൻഗേജ് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ദൈവം ഇടപെടും എന്നുള്ള കാര്യമെല്ലാം അംഗീകരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിലെ ഒരു നിയമം, ഈ കാലഘട്ടത്തിലെ ഒരു മൊറാലിറ്റി, ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഈ 1950 ശേഷം ഈ പറഞ്ഞ ആൾക്കാർ മൾട്ടിപ്പിൾ വൈഫ്സിനെ സ്വീകരിക്കുന്നില്ല എന്നത് കരുതി ഇത് വെച്ചുകൊണ്ട് പൂർവ്വകാലത്തേക്ക് അസസ് ചെയ്തുകൊണ്ട് പ്രവാചകനെ നിഷേധിക്കുന്ന പരിപാടി അത് ശരിയല്ല. അത് നമ്മൾ ഓൾറെഡി എഗ്രി ചെയ്ത വാദത്തിന് ഉള്ള പറഞ്ഞ കാര്യത്തിന് എതിർക്കാൻ വേണ്ടി മുൻകൂട്ടി ഊഹിച്ചത് പ്രിജുഡൈസ്, മുൻവിധിയോടുകൂടി നമ്മൾ ഒരു കാര്യത്തെ സമീപിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അബദ്ധമാണത്. അതാണ് ആ വിഷയത്തിലുള്ള മറുപടി. ഇനി ഈ പറഞ്ഞ
ഈ പരിണാമ സിദ്ധാന്തങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും എതിർക്കുന്നുണ്ടല്ലോ, ശാസ്ത്രത്തിന്റെ പുരോഗതി എതിർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റു വാദങ്ങൾ വരാം. അപ്പോൾ ഈ പറഞ്ഞ ആദമിന്റെ പ്രത്യേകമായ സൃഷ്ടിപ്പിനെയൊക്കെ മതം പ്രത്യേകം പഠിപ്പിക്കുന്നതാണ്. മതത്തിന്റെ ആദമിന്റെ പ്രത്യേക സൃഷ്ടിപ്പും പ്രത്യേകമായ മനുഷ്യരിൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ആ പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രം അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇതിനെ തള്ളേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി മറ്റ് ബാക്ക്ഗ്രൗണ്ട് അസംഷൻസ് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിലനിൽക്കുന്നില്ല. പിന്നെ മറ്റേ കാര്യം, ഈ മതവും ശാസ്ത്രവും വൈരുദ്ധ്യം നിൽക്കുന്നുള്ള കാര്യത്തിൽ ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയും അതിൽ ബിഗ് ബാങ് തിയറിയും ഒക്കെ അവിടെ യോജിച്ചു പോകുന്ന ചില മേഖലകളാണ് എന്നുള്ള കാര്യമുള്ളത് കൊണ്ട് എന്റെ തന്നെ ഈ ആരോപണത്തിനൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചിട്ട് തന്നെ നേരത്തെ 95.4 ആയിരുന്നു, നമ്മളൊരു 0.8% നമ്മളൊരു ഇതിന് ഫാക്ടറിന് വേണ്ടി ഈ പെനൽറ്റി ഫാക്ടറിന് കൂടി ചേർത്ത് നമ്മുടെ എക്സാമ്പിൾ എത്ര 94.3% ആണ് നമ്മുടെ പെനാൽറ്റി ചേർത്ത ശേഷമുള്ള അതിന്റെ ടോട്ടൽ സ്കോർ. ഇപ്പോൾ എത്രയാണ് ടോട്ടൽ സ്കോർ? എത്രയാണ് ഈ അന്തിമ ഫലം? എത്രയാണ്? ഓരോന്നിന്റെയും നേരത്തെ പറഞ്ഞ ഓരോ കാര്യത്തിന്റെയും ഞാനത് സ്കോർ മാത്രം മുകളിലിടാം. ഓക്കെ, സ്കോർ മാത്രം നിങ്ങൾക്ക് കാണാം. ഓരോ തെളിവിന്റെ കൂട്ടങ്ങൾ ഒന്നൊന്നായി ചേർത്ത ശേഷം ഉള്ള ബയേഷ്യൻ ഫലം, അബ്ഡക്റ്റീവ് റീസണിങ് അനുസരിച്ച് ഫോളിന്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്ന വാല്യൂസ് ഇതാണ്. പ്രയർ അത് നമ്മൾ 20% ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഓരോന്ന് നോക്കുകയാണ്. നാഗരികതര ചേർത്ത ശേഷം അത് 53% ആയി. സൂക്ഷ്മ സ്വാധീനം ചേർത്തപ്പോൾ അത് 85.7% ആയി. ഗ്രന്ഥ സംരക്ഷണത്തിന് പോയിന്റ് കൂടി ചേർത്തപ്പോൾ 87% ആയി. സാഹിത്യത്തിന് മഹിമ ചേർത്ത ശേഷം അത് 93% ആയി. ഭൗതിക ആഴം ചേർത്ത ശേഷം അത് 95.4% ആയി. ഈ പറഞ്ഞ ശാസ്ത്രത്തിനെതിരാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം ശാസ്ത്രത്തിനെതിരല്ല, പക്ഷെ ഈ പറഞ്ഞ ശാസ്ത്രമാത്രവാദികളുടെ ആരോപണം അത് മുഖവിലക്കെടുത്താൽ തന്നെ ഒരു 0.8% നമ്മൾ മാറ്റിവെച്ചാലും 94.3% ആണ്. നമ്മൾ 20% നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 94.3% ആണ്. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ബയേഷ്യൻ ഫോർമുല അനുസരിച്ച് ആദ്യത്തെ ഫോർമുല എന്തായിരുന്നു? PH1 എന്തായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്താൽ നിയോഗിത പ്രവാചകനാണ്. അല്ലെങ്കിൽ H2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കഴിവുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്നുള്ള ഹൈപ്പോത്തിസിസ് കുറയുകയും ആദ്യം പറഞ്ഞ ഹൈപ്പോത്തിസിസ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവത്താൽ നിയോഗിതനായ പ്രവാചകനാണ് എന്നതിനാണ് ഹയർ പോസിബിലിറ്റി. അത് എത്രയാണ്? 94.3% മോർ പ്രോബബിലിറ്റി ആണ് മറ്റതിനേക്കാൾ 5% ഇതിനേക്കാൾ എന്ന വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിസ്റ്റോറിക്കലി റിയൽ ഫിഗർ ആണ്. അദ്ദേഹം റിയാലിറ്റി ജീവിച്ചിരുന്നു. അത് നിയമിച്ച പ്രവാചകൻ എക്സെപ്ഷണൽ ഹ്യൂമൻ ബീങ് ആണെന്ന് അക്കാഡമിക്സ് പോലും അംഗീകരിക്കുന്നതാണ്. വിത്ത് എക്സ്പ്ലനേറ്ററി പവർ. അതിനെ ഈ പറഞ്ഞ ഈ വെറും ഒരു സാധാരണ മനുഷ്യൻ വിത്ത് കുറച്ച് കഴിവുകൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം, കൂടുതൽ പ്രോബബിലിറ്റി എതിരാണ്. ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയ പടച്ച തമ്പുരാൻ നിയോഗിക്കുന്നതിനായ ശക്തനായ ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിനാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എവിഡൻസിൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അബ്ഡക്റ്റീവ് ലോജിക്കിലെ ബയേഷ്യൻ ലോജിക്ക് വെച്ചുകൊണ്ടുള്ള അതിന്റെ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേറ്റഡ് മാത്തമാറ്റിക്കൽ ലോജിക്കൽ കാൽക്കുലേഷൻ ആണ് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അതുകൊണ്ട് തന്നെ മനസ്സിൽ തട്ടി അള്ളാഹുവിന്റെ അന്തിമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ആ പ്രവാചകൻ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി. ഇന്ന് നോക്കൂ, ലോകത്തെ ജനങ്ങൾ നോക്കൂ, ഏത് കാര്യത്തിലും നിങ്ങൾ ഇസ്ലാമിലൊക്കെ എല്ലാത്തിലും കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്, കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട്. ഇവിടെ യുക്തിവാദികൾ, നിരീക്ഷകർ, ക്രിസ്തു മതത്തിൽ നിന്ന് യുക്തിവാദിയായെന്ന് പറയുന്നവർ ക്രിസ്തു മതത്തെ ഡിഫെൻഡ് ചെയ്യുന്നു. ക്ലബ് ഹൗസിൽ കാണുന്ന കാഴ്ചയാണ്. അവരെന്ത് ചെയ്യുന്നു? വെള്ളിയാഴ്ച വൈകിട്ടുകളിൽ, ശനിയാഴ്ച വൈകിട്ട് കുടിച്ച് മദ്യപാനിയിലൊക്കെ കേട്ട് ക്ലബ് ഹൗസിൽ നിന്ന് ചീത്ത വിളിക്കുകയാണ്. എന്താണ് അവർക്കുള്ള ഗൈഡൻസ്? എന്ത് മാർഗനിർദ്ദേശം അവർ ക്രിസ്തുവിന്റെ മാർഗത്തിൽ അവർക്കുള്ളത്? ക്ലബ് ഹൗസിലെ ക്രൈസ്തവരുടെ കാര്യമാണ് പറയുന്നത്, പൊതുവെ എല്ലാ ക്രൈസ്തവരും ഉദ്ദേശമല്ല പറഞ്ഞത്. അപ്പൊ എന്താണ് അവർക്ക് കിട്ടിയ അതിലെ മാർഗനിർദ്ദേശം എന്താണ്? മാർഗദർശനം എന്താണ്? ഏത് കാര്യത്തിലും കൃത്യമായ ഗൈഡ് ലൈൻ, കൃത്യമായ മാർഗനിർദ്ദേശം. ലോകത്തൊരു ചരിത്ര പുരുഷൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാത്രമാണ്. അതിവിടെ യുക്തിവാദികൾക്ക്, നിരീശ്വരവാദികൾക്ക് പരിശോധിക്കുവാൻ ലോജിക്കിന്റെ വകഭേദങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി വെച്ചുകൊണ്ട്
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അബ്ഡക്റ്റീവ് ലോജിക്കിന്റെ ബയേഷ്യൻ സിദ്ധാന്തം എടുത്തു വെച്ചുകൊണ്ട് തന്നെ കാൽക്കുലേറ്റഡ് മെത്തേഡ് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഓരോന്നിനും വാല്യൂസ് എടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് ഇവിടെ യൂട്യൂബിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് എടുക്കുന്നവർക്ക് അത് പരിശോധിക്കാം. ആ കൊടുത്ത വാല്യൂസ് തെറ്റാണെങ്കിൽ തെളിയിക്കാം, നിങ്ങൾക്ക് അത് എതിർക്കാം. യൂട്യൂബിൽ ലൈവായിട്ടാണ് ചെയ്തത്. ഈ വിഷയം ഇതിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തിരുത്തുവാൻ ഈ വിഷയം പ്രാധാന്യമായി അവതരിപ്പിച്ച ബഹുമാനൻ ഫോൾ എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വിഷയം മലയാളത്തിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതിന്റെ കൂടെ ആ വിഷയത്തോട് നീതി പുലർത്തുവാൻ കുറച്ചുകൂടി കാര്യങ്ങൾ അതിന്റെ അടിത്തറ പാകിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ബിൽഡ് ചെയ്തെന്ന് മാത്രം. എന്തായാലും അല്ലാഹു തആല ഈ ഒത്തുചേരലിനെ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ല സിംപ്ലിഫൈ ചെയ്തു. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല സിംപ്ലിഫൈ ആക്കി അത്